യുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ള ഗസ്റ്റ് യുക്തിവാദിയും ആൻറ്റി ഇസ്ലാമോഫോബിയ ആക്ടിവിസ്റ്റും ആയിട്ടുള്ള പ്രതീഷ് പി ആണ്. നമുക്ക് ഈ ഒരു ചർച്ചയിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ആദ്യമായി എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ യുക്തിവാദി എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ഒരു മനസ്സിലുള്ളത് നമ്മൾ പൊതുവെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കുറച്ച് യുക്തിവാദികൾ, അല്ലെങ്കിൽ മതരഹിതർ, അല്ലെങ്കിൽ മതരാഹിത്യമുള്ളവർ എന്നൊക്കെ പറയുന്ന ആളുകൾ പൊതുവെ എടുക്കുന്ന ഒരു പൊസിഷൻസ് എന്ന് പറയുന്നത് ഇസ്ലാം വിമർശനം. ഒബ്വിയസ്ലി അതിനെല്ലാവർക്കും റൈറ്റ് ഉണ്ട്, ഏതൊരു മതത്തെയും വിമർശിക്കാം, ആശയപരമായിട്ടുള്ള വിയോജിപ്പുകളാകാം. അതിനും അപ്പുറത്തേക്ക് കടന്നുകൊണ്ടുള്ള ഒരു മുസ്ലിം വെറുപ്പിലേക്കും വിദ്വേഷത്തിലേക്കൊക്കെ പോകുന്ന ഒരു സമൂഹത്തിൽ നിലവിലുള്ള ഒരു ഇസ്ലാമോഫോബിയെ അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധ വംശീയതയൊക്കെ ഊതിക്കത്തിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പലപ്പോഴും കാണാറുണ്ട്. അത്തരമൊരു സ്പേസിൽ നിന്നാണ് ഒരു ആൻറ്റി ഇസ്ലാമോഫോബിയ ആക്ടിവിസ്റ്റ് ആയിക്കൊണ്ടൊരു യുക്തിവാദി നമ്മൾ കാണുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചിന്തയിലേക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പൊസിഷനിലേക്കും പോകുന്നത്? താങ്കൾ ആദ്യം മുതലേ അങ്ങനെ തന്നെ ആയിരുന്നോ? എന്താണതിൽ? ഞാൻ ബേസിക്കലി യുക്തിവാദി ആകുക എന്ന് പറഞ്ഞാൽ, ഒന്ന് എൻ്റെ സ്കൂളിൽ എന്നെ ബയോളജി പഠിപ്പിച്ച ആനന്ദ് എഫ് സി ടീച്ചർക്കും ഫിസിക്സ് പഠിപ്പിച്ച ശാന്തമ്മ ടീച്ചർക്കും, അതായത് പ്രത്യേകിച്ച് ശാന്തമ്മ ടീച്ചർ ഒരു എത്തിസ്റ്റ് കൂടി ആയതുകൊണ്ട് അതിൻ്റേതായ ഒരു ഫയർ, അതായത് റാഷണലിസത്തിൻ്റെ ഒരു ഫയർ എനിക്ക് കിട്ടിയത് അവിടെ നിന്നാണ്. പിന്നെ എൻ്റെ അമ്മ ഒരു പുരോഗമനവാദിയും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകയും പരിഷത്ത് പ്രവർത്തകയൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെയുള്ള പിന്നെ വീട്ടിലുള്ള, അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിലൊരു ഓപ്പൺ സ്പേസ് വായിക്കുക എന്നുള്ള, ഇപ്പോൾ നല്ല പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളത്, അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ വായിക്കുമ്പോൾ നമ്മൾ എന്തിന് വായിക്കുന്നു, എങ്ങനെ വായിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. അപ്പോൾ അങ്ങനെ വരുന്നു. പിന്നെ അതുപോലെ നമ്മൾ അങ്ങനെയൊക്കെയാണ് നമ്മളിത് വായിച്ച് അറിവ് നേടുന്നത്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ഒരു ഫ്രസ്ട്രേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സമൂഹത്തോടും മറ്റ് അത് വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന ചില ഫ്രസ്ട്രേഷൻസ് ഉണ്ടായിരുന്നു. അപ്പം അതിൽ നിന്നൊക്കെയാണ് ഞാൻ ആക്ച്വലി സമൂഹം പൊതുവിൽ വിശ്വാസ സമൂഹമായതുകൊണ്ട് നേരെ സമൂഹത്തിനെതിരെ നിൽക്കുക എന്നുള്ളൊരു, അതായിരുന്നു എൻ്റെ തുടക്കം. പക്ഷേ പിന്നീട് നമ്മൾ റാഷണലിസ്റ്റ് അല്ലെങ്കിൽ നാസ്തികനാകുന്നു, അതായത് ദൈവത്തെ തള്ളി പറയുന്നു. അപ്പോൾ നമ്മൾ പിന്നെ അതുമായി ബന്ധപ്പെട്ട് അറിവ് നേടും. അപ്പോൾ ഇപ്പോൾ ഇനി എനിക്ക് തിരിച്ചൊരിക്കലും ഒരു വിശ്വാസ പൊസിഷനിലേക്ക് പോകാൻ എനിക്ക് പറ്റില്ല. കാരണം നമ്മൾ ആ ഒരു ഫ്രസ്ട്രേഷനൊക്കെ മാറി. ഇപ്പം നമ്മൾ ആ അറിവ് നേടി, അറിവ് നേടി. അപ്പോൾ അങ്ങനെ നമ്മൾ വായിച്ച് അറിവ് നേടുന്നു. അപ്പോൾ അതനുസരിച്ചുള്ള ചിന്തയിലുണ്ടാകുന്ന മാറ്റങ്ങളിലൂടെയാണ് പോകുന്നത്. അപ്പം ഏതൊരാളെയും പോലെ തന്നെ സ്വാഭാവികമായും ഇപ്പം മതവിമർശനം എന്ന് പറയുന്നത് യുക്തിവാദത്തിൻ്റെ ഒരു ബേസാണെന്ന് പറയാം. അതായത് ഇപ്പം നമ്മൾ പറയില്ല, അറിവിൻ്റെ സോഴ്സ് ഏതാണ് എന്നതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ യുക്തിവാദവും വിശ്വാസവും ഇരിക്കുന്നത്. അപ്പം ഒരു യുക്തിവാദത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ജ്ഞാനാധിഷ്ഠിത നിലപാടാണ്. അപ്പോൾ അറിവ് നേടാൻ സയൻസാണ് മാർഗ്ഗം എന്ന് പറയുന്ന ഒരു നിലപാടിൽ നിൽക്കുമ്പോൾ നമുക്ക് സ്വാഭാവികം മതത്തെയും പഠിക്കുക അല്ലെങ്കിൽ മതത്തെ വിമർശിക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ അപ്പം അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ അങ്ങനെ ഇസ്ലാം പഠിച്ച ഒരാളൊന്നുമില്ല. അപ്പം അങ്ങനെ നമ്മൾ ചില വിമർശന വീഡിയോകൾ കണ്ടിട്ടുണ്ട്, ചില പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. എന്നതിനപ്പുറം ആധികാരികമായിട്ട് ഇസ്ലാമിനെ കുറിച്ച് അഭിപ്രായം പറയാൻ പറ്റുന്ന അറിവൊന്നും എനിക്കില്ല. എങ്കിലും അങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് പിന്നെ ചർച്ചകൾ കാണുന്നു. അപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു വെറൈറ്റി വിഷയം പിടിച്ചോളാം എന്ന് പറഞ്ഞ് ഇസ്ലാമോഫോബിക്കെതിരെ വന്നൊന്നുമല്ല. ഇങ്ങനെ അറിവ് നേടുന്നതിൻ്റെ ഭാഗമായി അപ്പോൾ നമ്മൾ സംഘടനകൾ പരിപാടികൾ നടത്തുന്നു, അവർ പോകുന്നു, കാണുന്നു, അപ്പോൾ അതിലൂടെ കാണുന്നു. അപ്പോൾ അങ്ങനെയാണ് അതിൽ വന്നൊരു മെയിൻ ആളാണ് നമ്മൾ സുദേശം രഘു എന്ന് പറയുന്ന അദ്ദേഹമായിട്ട് കാണും. അപ്പോൾ അദ്ദേഹമായിട്ട് സംസാരത്തിൽ ഞാൻ പറഞ്ഞു, നമ്മളിങ്ങനെ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ടെങ്കിലും അവരെ വിമർശിക്കേണ്ടതും കൂടി ഒരു റൈറ്റാണ് എന്ന് പറഞ്ഞു. മാത്രമല്ല നമ്മളിങ്ങനെ അന്ധമായിട്ടൊക്കെ മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി ചോദിച്ചൊരു ചോദ്യം, ഈ പകച്ചുപോയി എൻ്റെ ബാല്യം എന്ന് പറഞ്ഞ പോലത്തെ ആ ചോദ്യം കേട്ടപ്പോൾ, അങ്ങനെ നിങ്ങൾ മുസ്ലിങ്ങൾക്ക് പ്രശ്നങ്ങൾ നേരിടുമ്പോൾ സോൾഡാറ്റി കൊടുക്കുമ്പോൾ എന്തിനാണ് നിങ്ങൾ കണ്ടീഷൻ വയ്ക്കുന്നത്? എന്തിനാണ് വിമർശിച്ചേ പറ്റൂ, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ നന്നായാലേ നമ്മളവരെ സപ്പോർട്ട് ചെയ്യൂ എന്തിനാണ് കണ്ടത്? അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ചോദ്യമാണ് എന്നെ ഈ ഇസ്ലാമോഫോബിയ എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള എൻ്റെ ആദ്യ ചുവടുവെപ്പ് അതായിരുന്നു. അങ്ങനെയാണ് പിന്നീട് നമ്മൾ കെ അഷ്റഫ് എന്ന് പറയുന്ന ഒരു സ്കോളറിൽ നിന്ന് അദ്ദേഹം എഴുതിയൊരു ബുക്ക് മലയാളത്തിൽ എഴുതാം, ഇസ്ലാമോഫോബിയെക്കുറിച്ചൊരു മലയാളത്തിലെ ബുക്ക്. പിന്നെ എൻ്റെ സുഹൃത്തും യുക്തിവാദിയായിട്ടുള്ള ബൻസ്രിയാണ് ആഗോള ഇസ്ലാമോഫോബിയെക്കുറിച്ചുള്ള സിയാവുദ്ദീൻ സർദാറിൻ്റെ ഒരു ബുക്കുണ്ട്. അങ്ങനെ 2 പുസ്തകം വായിക്കും. അങ്ങനെ യുക്തിവാദ മണ്ഡലത്തിൽ യുക്തിവാദ സംഘം പാലക്കാട് വേദിയിൽ ആദ്യമായിട്ട് ഞാനാണ് തുടങ്ങി വയ്ക്കുന്നത്. അത് ഹൗ ടു അൺലേൺ ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞൊരു പാർട്ട് 1 ആയിട്ടൊരു സാധനം ചെയ്യുകയും പിന്നെ അവിടെ നിന്ന് പിന്നെ നമ്മളങ്ങനെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നു. അപ്പോൾ ഇസ്ലാം ഫോബിയ എന്ന് പറയുന്നത് പലർക്കും ഈ എന്താണ് ഇസ്ലാം ഫോബിയ, എന്തിനാണ് ഇസ്ലാം ഫോബിയ, എന്തല്ല ഇസ്ലാം ഫോബിയ എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണയില്ല. അങ്ങനെയാണ് നമ്മളൊരു കേരള നെറ്റ്വർക്ക് ഇസ്ലാം ഫോബിയ എന്ന് പറഞ്ഞൊരു വാട്സാപ്പ് കൂട്ടായ്മ ഉണ്ടാകും. അതിൻ്റെ അകത്ത് നടന്ന നിരവധി സംവാദങ്ങൾ, ചർച്ചകൾ, എഴുത്തുകൾ, അതിൽ നിന്നാണ് ഞാൻ കൂടുതൽ ഇസ്ലാം ഫോബിയെക്കുറിച്ച് പഠിക്കുകയും എന്തുകൊണ്ട് ഇതൊക്കെ തിരിച്ചറിയണം എന്നുള്ളതാണ്. പക്ഷേ പലർക്കും ഇത് എന്താണ് ഇസ്ലാം ഫോബിയ എന്ന് അറിയാൻ പറ്റുന്നില്ല. അത് ഈവൻ ഒരു ഇന്റേണലൈസ്ഡ് സിസ്റ്റം പോലെ തന്നെ മുസ്ലിങ്ങൾക്ക് പോലും പലപ്പോഴും ഇസ്ലാം ഫോബിയ അവർ തിരിച്ചറിയുന്നില്ല എന്നുള്ളൊരു പ്രശ്നത്തിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇസ്ലാമോഫോബിയ എന്താണ് എന്ന പഠനത്തിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ടും താങ്കൾ നിൽക്കുന്ന ഒരു മണ്ഡലമുണ്ട്, ഒരു യുക്തിവാദ മണ്ഡലമുണ്ട്. അപ്പോൾ അവിടെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്,
ഇസ്ലാം എന്ന് പറയുന്നതിനോട് ആശയപരമായി ഒരുപാട് വിയോജിപ്പുകൾ ഒബ്വിയസ്ലി ഉണ്ടാവും. വിശ്വാസപരമായി അത് അന്ധവിശ്വാസമാണെന്നുള്ള ആ അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായി ഇസ്ലാമിൽ കുറേ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതായിരിക്കും യുക്തിവാദ മണ്ഡലത്തിലുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഇസ്ലാമിനെ വിമർശിക്കുക എന്നതിൻ്റെ പേരിലാണ് പലപ്പോഴും ഒരു അപരവൽക്കരണം പലപ്പോഴും കാണാറുള്ളത്. ഈവൻ ഇപ്പോൾ സംഘപരിവാർ പോലും യൂസ് ചെയ്യുന്ന രൂപത്തിലേക്ക് ഇസ്ലാം വിമർശനങ്ങൾ പോകുന്നു. അവരുടെ ഘർവാപ്പസി കേന്ദ്രങ്ങളിലടക്കം ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നതായിട്ട് അവർ പറയുന്നു, സംഘപരിവാർ തന്നെ പറയുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ വിമർശനത്തിനെയും പിന്നെ അതേപോലെ ഈ അപരവൽക്കരണത്തിനെയും വേർതിരിക്കുന്നത് എങ്ങനെയാണ്? എന്താണ് അതിൽ ഇസ്ലാമോഫോബിയുടെ എലമെൻറ്റ്? അതായത് ഇത് ആദ്യം നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത്, ഇപ്പം ഈ രണ്ട് പ്രശ്നമുണ്ട്. അതായത് ഇപ്പം നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് എന്ത് പറഞ്ഞാലും അത് ഇസ്ലാമോഫോബിയാണ് എന്ന് പറയുന്നൊരു മുസ്ലിം പക്ഷം ഉണ്ട്. അതുപോലെ തിരിച്ച് നമ്മൾ എന്ത് വിമർശനം നടത്തിയാൽ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നൊരു ഇസ്ലാം വിരുദ്ധ അല്ലെങ്കിൽ യുക്തിവാദ പൊസിഷനും ഉണ്ട്. ഇത് രണ്ടും ഇസ്ലാമോഫോബിയെ കുറിച്ച് മനസ്സിലാക്കുന്നതിൽ നമ്മളെ ഒന്ന് മാറ്റി നിർത്തും. അത് അങ്ങനെയല്ല അതിനെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇസ്ലാമോഫോബിയ നമ്മൾ മനസ്സിലാക്കുമ്പോൾ കുറച്ച് ഫ്രെയിം വർക്കുകളുണ്ട്. ഒരു കാര്യം ഇസ്ലാമോഫോബിയ ആണോ അല്ലേ എന്ന് മനസ്സിലാക്കാനായിട്ട് ഫ്രെയിം വർക്കുകളുണ്ട്. അപ്പോൾ അതിലൊരു ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് ഒന്ന് ഈ നമ്മളെ UN അടക്കം കൊടുത്തിട്ടുള്ള ഡെഫിനിഷനുണ്ട്, ഈ ആൻറ്റി മുസ്ലിം റേസിസം അഥവാ മുസ്ലിം വിരുദ്ധ വംശീയത എന്നുള്ളത്. പക്ഷേ ഈ ആഗോള തലത്തിലുള്ള ഇസ്ലാമോഫോബിയം അത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത് കേവലമായിട്ട് നമ്മളൊരു ആൻറ്റി മുസ്ലിം റേസിസം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനെ നമുക്ക് ഇസ്ലാമോഫോബിയ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഇപ്പം ആൻറ്റി മുസ്ലിം റേസിസം എന്ന് പറയുന്നത്, അപ്പം ഒരു വംശീയ ഉന്മൂലനം എന്ന പദ്ധതി ഇല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധി വരെ ഈ ആൻറ്റി മുസ്ലിം റേസിസം എന്നൊരു സാധനം ഉണ്ട് എന്നും അത് ചിലപ്പോൾ അവർ ഇസ്ലാമോഫോബിക് ആണ് എന്നും അവർ അംഗീകരിക്കും. ഇപ്പോൾ രണ്ടാമത്തെ ഒരു ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് അല്ല, നമ്മളൊരു 100% എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഈ വംശീയ ഉന്മൂലനം എന്ന് പറഞ്ഞാൽ 10% പോകും. ബാക്കി 90% അംഗീകരിക്കുന്ന സാധനമാണ് ഈ ആൻറ്റി മുസ്ലിം റേസിസം എന്ന് പറഞ്ഞൊരു ഫ്രെയിം വർക്ക്. എന്നാൽ ഈ 90%ലേക്ക് വരുമ്പോൾ രണ്ടാമത്തെ ഒരു ടെസ്റ്റ് നോക്കുമ്പോഴത്തേക്ക് ഈ എന്താണ് ഇപ്പം റൈറ്റ് ടു സെൽഫ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത്, അതായത് സ്വയം സംഘാടനവും സ്വയം നിർണ്ണയാവകാശവും എന്നുള്ളത്. അപ്പോൾ അവർക്ക് സ്വയം സംഘടിക്കാനും അവരുടെ അവകാശത്തിന് പോരാടാനുള്ള റൈറ്റ് ഉണ്ടോ എന്ന് പറയുമ്പോൾ അവിടെ ഈ 90% ഒരു 70% അങ്ങ് അപ്പോഴേ ഈ ടെസ്റ്റ് ഫെയിലർ ആവും. കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിൽ നോക്കിയാൽ ഇപ്പം സ്വത്വവാദം എന്നൊരു സാധനമുണ്ട്, ഇപ്പം അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് നമ്മൾ പറയുന്ന സാധനമുണ്ട്. നമ്മൾ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിൻ്റെ പോസിറ്റീവൊക്കെ പറയുമ്പോൾ എപ്പോഴും ഒരു ദളിത് ബഹുജൻ പൊളിറ്റിക്സ് ആയിരിക്കും, അതിൻ്റെ ഒരു എക്സാമ്പിൾസ് ആയിരിക്കും നമ്മൾ ഇങ്ങനെ വയ്ക്കുന്നത്. പക്ഷേ നെഗറ്റീവ് പറയുമ്പോൾ എപ്പോഴും നോക്കിയോ നിങ്ങൾ കൃത്യമായി മുസ്ലിം എക്സാമ്പിൾസ് ആയിരിക്കും പറയുന്നത്. അതായത് മുസ്ലിങ്ങളുടെ സ്വയം സംഘാടനം എന്ന് പറയുന്നത് തീവ്രവാദം, മതരാഷ്ട്രവാദം, ഭീകരവാദമായിട്ട് കാണുകയും ദളിതരുടെയും ബഹുജൻസിൻ്റെയും ആദിവാസികളുടെയൊക്കെ ഒരു സ്വത്വവാദം എന്ന രീതിയിൽ ഒരു മാർക്സിയൻ പോയിന്റ് ഓഫ് വ്യൂ നിന്നുകൊണ്ട് ഒരു വർഗ്ഗവിശകലനം നടത്തി അതിന് സ്വത്വവാദം എന്നും പറയുകയും, എന്നാൽ ഈ അത് പറഞ്ഞ സ്വത്വവാദം മാത്രമേ ആവുന്നുള്ളൂ ഒരു വശം. ഇനി ഇതൊക്കെ അംഗീകരിക്കുന്ന ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് അംഗീകരിക്കുന്ന യുക്തിവാദികളാണെങ്കിൽ അതും അവർ ഈ ദളിത് ഇതൊക്കെ അംഗീകരിക്കും, പക്ഷേ അതും പറയുമ്പോഴും പോസിറ്റീവായിട്ട് പറയുകയും എന്നാൽ റെപ്രസെൻറ്റേഷന് വേണ്ടി വാദിക്കുകയും ചെയ്യും. പക്ഷേ മുസ്ലിങ്ങൾ ഇത് വരുമ്പോഴത്തേക്ക് അവിടെ അവർ ഫെയിലർ, ആ ടെസ്റ്റ് ഫെയിലർ ആവും. ഇനി ഈ ടെസ്റ്റും പാസ്സാവുന്ന കുറച്ച് യുക്തിവാദികളുണ്ട്. അവർക്കുള്ള അടുത്ത ടെസ്റ്റ് എന്ന് പറയുന്നതാണ് നമ്മൾ വേറെ അത് ഒരു ടെസ്റ്റാണ് ഈ അബ്സ്ട്രാക്ട് അനാലിസിസ് ആൻഡ് കോൺക്രീറ്റ് അനാലിസിസ് എന്ന് പറയും. അബ്സ്ട്രാക്ട് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആൻറ്റി മുസ്ലിം റേസിസം കുറേ ഇൻ്റർനാഷണൽ നമ്മൾ ഡേറ്റ കണക്കുകൾ മറ്റ് ചർച്ചകളെല്ലാം പറയും. അവിടെ നമ്മൾ ചിലപ്പോൾ ഈ ഒരു മുസ്ലിം ഇൻഡിവിജ്വൽ എന്ന നിലയിൽ നേരിടുന്ന ചില പ്രശ്നങ്ങളോട് നമ്മളവിടെ സോൾഡാറ്റീവുകൾ ഇപ്പോൾ കൊടുക്കും. പക്ഷേ ആസ് ഒരു ഓർഗനൈസേഷൻ എന്ന നിലയിൽ ഗ്രൂപ്പിൻ്റെ റൈറ്റ് നിങ്ങൾ മാനിക്കുന്നുണ്ടോ എന്ന് അവിടെ അബ്സ്ട്രാക്റ്റ് ആയിട്ട് നമ്മൾ അങ്ങനെയൊക്കെ പറയും. പക്ഷേ കോൺക്രീറ്റ് അനാലിസിസ് ഒരു സ്പെസിഫിക് ഇഷ്യൂ വരുമ്പോഴത്തേക്ക് ഈ ഇവർ നിശബ്ദത പാലിക്കും. കുറച്ച് പേര് നിശബ്ദത പാലിക്കും, അഭിപ്രായം പറയില്ല. ഇത് ഒരു സ്പെസിഫിക് ആയിട്ട് ഇഷ്യൂ, അത് നമ്മൾ സോൾഡാറ്റി കൊടുക്കേണ്ട ഒരു സ്പെസിഫിക് വിഷയം വരുമ്പോൾ ചില നിശബ്ദത പാലിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അത് നമ്മുടെ ഇപ്പോൾ സി ദാവൂദുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം വന്നപ്പോൾ സി ദാവൂദിൻ്റെ കൈയും തല വിട്ടും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് സോൾഡാറ്റി കൊടുക്കണമെന്നൊരു അതിലൊരു അഭിപ്രായം പറയണമെന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹം കള്ളനാണ്, നുണയനാണ്, അദ്ദേഹം തീവ്രവാദിയാണ്, ഭീകരവാദിയാണ്. ഞാൻ അവിടെ പലരും ഇതിനേക്കാളും ഭീകരവാദികളായിട്ടുള്ള അല്ലെങ്കിൽ ഇതിനേക്കാളും മോശം ആൾക്കാർ അവരുടെ പ്രവൃത്തി അല്ലാതെ ഇതൊരു ഫോബിയ പോലത്തെ ഒരു പ്രശ്നം നേരിട്ടപ്പോൾ അവിടെ നമുക്ക് സോൾഡാറ്റി കൊടുക്കാൻ ഒരു മടി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ മുസ്ലിമിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ ഇതുപോലെ സ്പെസിഫിക് ഇഷ്യൂ വരുമ്പോഴത്തേക്ക്, അതായത് ഇസ്ലാം ഫോബിയ വിരുദ്ധരാണെന്ന് സ്വയം അവകാശപ്പെടുന്നവർ പോലും ഒരു സ്പെസിഫിക് വിഷയം വരുമ്പോൾ അതിൽ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇതാണ് ഇസ്ലാം ഫോബിയയുടെ ഒരു ഫ്രെയിം വർക്കുകൾ. അപ്പോൾ നമ്മളിതിൽ മനസ്സിലാക്കണം, ഒന്ന് ആൻറ്റി മുസ്ലിം റേസിസം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിൽക്കുന്നത് റേസിസം എന്ന് പറയുന്നത് റൈറ്റ് ടു സെൽഫ് ഡിറ്റർമിനേഷൻ, റൈറ്റ് ടു ഡിനയൽ ഓഫ് റൈറ്റ്സ് എന്നുള്ളതാണ്. അത് എങ്ങനെയാണോ യൂറോപ്പിൽ ഈ റേസിസം, അതായത് ബ്ലാക്സിനുള്ള എതിരായിട്ടുള്ള റേസിസം എന്ന് പറയുന്നത് ഡിനയൽ ഓഫ് റൈറ്റ്സ് ആയിരുന്നു. അതേ സെയിം സാധനം നമ്മൾ മുസ്ലിങ്ങളെ ഇതുപോലെ റേസായിട്ട് കണക്കാക്കിക്കൊണ്ട് അത് റേഷ്യലൈസേഷൻ എന്ന് പറയും. അത് റേസിസം എന്ന് പറയുന്നത് റേസിസം അവസാനമാണ്. പലരും തിരിച്ചാണ് റേസിസം റേഷ്യലൈസേഷൻ അല്ല, റേഷ്യലൈസേഷൻ എന്ന് അതായത് വംശീയവൽക്കരണ പ്രക്രിയയിലൂടെ വംശമാക്കി കണ്ടുകൊണ്ടുണ്ടാകുന്ന വംശീയ വിരുദ്ധത. അതൊന്നുകൂടി ഒന്ന് വിശദീകരിക്കേണ്ടതുണ്ട് തോന്നുന്നു. കാരണം നമ്മൾ ഈ പലപ്പോഴും ഈ വിഷയം പറയുമ്പോൾ ആന്റി മുസ്ലിം റേസിസം എന്ന് പറയുമ്പോൾ അതിന് മുസ്ലിങ്ങൾ ഒരു റേസ് ആണോ എന്നൊരു ചോദ്യം പലപ്പോഴായി വരാറുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് ലളിതമായി അതൊന്ന് വിശദീകരിക്കാം. ലളിതമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ റേസ്
റേസ് എന്ന് നമ്മൾ പറയുമല്ലോ, റേസ് എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഇതൊരു ഹ്യൂമൻ കൺസ്ട്രക്റ്റാണ്. അങ്ങനെ ഒരു സാധനം സയൻറ്റിഫിക്കലി ബയോളജിക്കലി അങ്ങനെ റേസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് റേസ് ആണോ? അപ്പോൾ ഇതിൽ നമ്മൾ കൾച്ചറൽ റേസിസം എന്ന് പറഞ്ഞ പുതിയൊരു പൊളിറ്റിക്കൽ സയൻസിൽ കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ മുസ്ലിങ്ങളെ ഒരു ഇതായിട്ട് കാണുന്നു, വംശമായിട്ട് നമ്മൾ കാണുകയാണ്. അവർ അപ്പോൾ വംശീയവൽക്കരിക്കുക എന്നൊരു സാധനമുണ്ട്. അതായത് അവരെ ഒരു വംശമായി കണ്ട് വംശീയവൽക്കരിച്ചുകൊണ്ട് ഈ വംശീയവൽക്കരണ പ്രക്രിയയുടെ കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, വംശീയമായിട്ട് അവരെ ഉന്മൂലനം ചെയ്യും. കാരണം ഇതിലൊരു ഈ വംശീയവൽക്കരണം നടക്കുന്നുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ ഈ പൊതുവാണോ എന്നുള്ളൊരു ചോദ്യം വരുന്നത്. അതായത് ഇസ്ലാമികമായിട്ടുള്ളതെല്ലാം പൊതുവാണോ എന്നുള്ളൊരു ചോദ്യം വരും. അതുപോലെ ഇപ്പോൾ മുസ്ലിങ്ങൾ എന്ന് വെച്ചാൽ മുസ്ലിങ്ങളുടെ ഇസ്ലാമിൻ്റെ വേറൊരു പ്രത്യേകത, ഇസ്ലാം ഒരു കാലത്തും ബ്രാഹ്മണ്യ മൂല്യബോധത്തിന് കീഴ്പ്പെട്ടിട്ടില്ല. ഇസ്ലാമിൻ്റെ അകത്ത് ഇപ്പം അതിനാണ് നമ്മൾ പറയുന്നത്, ഇപ്പം അതായത് ഈ ജാതി വ്യവസ്ഥ എന്ന് പറയുന്ന സാധനം, ജാതി എന്ന് പറയുന്നത് ഹിന്ദുവിൽ അത് തിയോളജിക്കലാണ്. പക്ഷേ ഇസ്ലാമിൽ ജാതി എന്ന് പറയുന്നത്, ഇസ്ലാം ജാതി ഉണ്ടോ, ജാതി ഉണ്ട്, പക്ഷേ അത് തിയോളജിക്കലല്ല. അത് ഇന്ത്യയിലുള്ള സവിശേഷ സാഹചര്യത്തിൽ ജീവിച്ച മുസ്ലിങ്ങൾ ചിലരോട് കാണിക്കുന്ന ഒരു ബൈ അസോസിയേഷൻ ബൈ ഉണ്ടാകുന്നതാണ്. അത് തിയോളജിക്കലല്ല. എന്ന് മാത്രമല്ല ഒരു മുസ്ലിം ജാതീയമായി പെരുമാറിയാൽ അത് ഇസ്ലാമിക വിരുദ്ധമാണെന്ന് പറയാനുള്ള തിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു ബ്രാഹ്മണ്യ മൂല്യവ്യവസ്ഥയ്ക്ക് കീഴ്പ്പെടാത്തൊരു സാധനം ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി അതറൈസേഷൻ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്. കാരണം ഈ അതറൈസേഷൻ എന്തിനു ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നിച്ച് നിൽക്കണമെങ്കിൽ ഈ ഒരു ഡെമോക്രസി സ്റ്റേറ്റ് വരികയും അവിടെ നമ്പേഴ്സിന് വില ഉണ്ടായി വരുമ്പോൾ അവിടെ ഈ പവർ നമുക്ക് നിലനിർത്തണമെങ്കിൽ അവിടെ ഒരുമിച്ച് നിൽക്കേണ്ടി വരും. അപ്പോൾ ഒരുമിച്ച് നിൽക്കണമെങ്കിൽ അത് സ്വാഭാവികമായി നാച്ചുറലി നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അവിടെ നമ്മുടെ അതറിനെ കൊണ്ടുവന്നേ പറ്റൂ. അവിടെ അതർ നിങ്ങളിപ്പോൾ ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകളെയും കൊണ്ടുവന്നുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പലപ്പോഴും ക്രിസ്ത്യാനികളും ഈവൻ കമ്മ്യൂണിസ്റ്റുകളും ബ്രാഹ്മണ്യത്തിന് വിധേയപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എളുപ്പം നമുക്കൊരു ക്രിസ്ത്യാനോ ഫോബിയ, ഒരു കമ്മ്യൂണിസ്റ്റ് ഫോബിയ ഉണ്ടാക്കാൻ അത് നിലനിൽക്കില്ല. പക്ഷേ അതേസമയം മുസ്ലിം ഈ ബ്രാഹ്മണ്യത്തിന് കീഴ്പ്പെടാത്തത് കൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ അതറൈസ് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾ ഈ നമ്മുടെ പൊതുബോധം അല്ലെങ്കിൽ പുരോഗമനം, ഈ പറയുന്ന ആധുനികത, ഇതെല്ലാം പുറത്തായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് റേഷ്യലൈസേഷൻ ചെയ്യാൻ എളുപ്പമായതുകൊണ്ടാണ് നമ്മൾ ഇസ്ലാം ഫോബിയ എന്ന് പറയുന്ന വിഷയം നമ്മൾ വരുന്നതും അതിനെ തനതായിട്ട് നമ്മൾ കാണേണ്ടിയും വരുന്നത്. അപ്പോൾ ഇത് എന്താണ് ഇസ്ലാം ഫോബിയ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഈ ഇസ്ലാം മത വിമർശനം എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഫോബിയ. പക്ഷേ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പലപ്പോഴും ഇപ്പോൾ സംഘടനാ വിമർശനം എന്ന് പറയുന്ന സാധനമുണ്ട്. ഇതെല്ലാം നമ്മൾ ആക്ച്വലി സംഘടന അല്ല വിമർശനം. എന്തുകൊണ്ട് വിമർശിക്കുന്നു പറഞ്ഞാൽ ഈ വിഭജനത്തിൻ്റെ എല്ലാ പാപഭാരവും മുസ്ലിങ്ങളെ തലയെ കൊണ്ട് വയ്ക്കുകയും അങ്ങനെയാണ് ഇപ്പോൾ മുസ്ലിങ്ങൾ സംഘടിക്കുക എന്ന് പറഞ്ഞാൽ അത് വിഭജിക്കാനാണ്, ഒരു രാജ്യദ്രോഹമാണ്, ദേശദ്രോഹമാണ് എന്ന കൺസെപ്റ്റിൽ നിന്നൊക്കെ എടുക്കുക. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും സംഘടനാ വിമർശനം എന്ന് പറയുന്നത് ഇസ്ലാമോഫോബിയ ആകുന്നത് ഇതൊരു വിഭജന തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് കൂടി കാണുന്നുണ്ടാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ നോക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾ തിരിച്ചറിയണമെങ്കിൽ ഈ എല്ലാ ഫ്രെയിം വർക്കിലൂടെ നിങ്ങളത് കടന്നുപോയി ടെസ്റ്റ് പാസ്സാക്കി എടുക്കണം എന്നുള്ളതാണ്. സംഘടനകളെ പറയുമ്പോൾ പ്രത്യേകിച്ചും ഇപ്പം അത് വല്ലാതെ വർക്കാവുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഇപ്പം ഏതെങ്കിലും ഒരു സംഘടനയായിരിക്കും വിമർശിക്കേണ്ടത്, പക്ഷേ അതിൽ അടങ്ങിയിരിക്കുന്നത് ഇസ്ലാമോഫോബിയ ആയിരിക്കും. പക്ഷേ അതിനെതിരെ ചോദിച്ചാൽ പറയാം അത് ഇന്ന സംഘടനയല്ലേ, ലീഗിനെയല്ലേ വിമർശിച്ചത്, ലീഗാണോ ഇസ്ലാം, ജമാഅത്തെ ഇസ്ലാമിയല്ലേ, വിസ്ഡത്തെ അല്ലേ, അതാണോ ഇസ്ലാം, അല്ലെങ്കിൽ മുജാഹിദുകളാണോ ഇസ്ലാം, സുന്നിയാണോ ഇസ്ലാം, സമസ്തയാണോ ഇസ്ലാം എന്നൊരു ചോദ്യം. അൾട്ടിമേറ്റ്ലി ഒരു മൊത്തത്തിൽ ഒരു മുസ്ലിങ്ങൾ ഇങ്ങനെയാണ് എന്ന് പറയാനുള്ള ഇപ്പോഴുള്ള ഒരു ചെറിയൊരു തടസ്സങ്ങൾ മാറ്റി നിർത്താൻ ഓരോ സംഘടനകളായിട്ട് എടുക്കുന്ന ഒരു രൂപം പലപ്പോഴായി കാണാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞ ഈ മുസ്ലിങ്ങൾ പലപ്പോഴും ഒരു പൊതുവിനോട് ചേരുന്നില്ല എന്നുള്ളത്, ഇപ്പോൾ ഇവിടെ മുസ്ലിങ്ങൾ ബ്രാഹ്മണ്യ മൂല്യത്തോട് കീഴ്പ്പെടാത്തത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്നുള്ളത് പറയുമ്പോഴും അത് ഒരു നെഗറ്റീവായിട്ട് കൂടി അതിനെ റീഡ് ചെയ്യുന്ന ആളുകൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. പ്രത്യേകിച്ചും യുക്തിവാദ സർക്കിളുകളിൽ നിന്നും ഈവൻ സംഘപരിവാർ സർക്കിളുകളിൽ നിന്നും. അതായത് ബാക്കി എല്ലാ സമുദായങ്ങളും എന്ത് ചെയ്യും, ഒരു പിന്നെ പൊതുവിലേക്ക് ചേർന്ന് നിൽക്കും, ഇവർ മാത്രം എപ്പോഴും എന്ത് ചെയ്യും, മാറി നിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും ഇസ്ലാമിൻ്റെ ഒരു റിജിഡായ തിയോളജിക്കൽ ഫ്രെയിം വർക്കുകൾ കൊണ്ട് അതിൻ്റേതായ ചില മൂല്യങ്ങളുണ്ടാവും. ഇപ്പം ഏകദൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യത്തിലും കോംപ്രമൈസ് ചെയ്യാൻ പലപ്പോഴും മുസ്ലിങ്ങൾ റെഡിയാവില്ല. അതായത് ബഹുദൈവ ആരാധനയുടെ അംശങ്ങളുള്ളത് പലപ്പോഴും അതിനോട് യോജിക്കാത്ത അവസ്ഥകൾ പലപ്പോഴും ഉണ്ടാവും. അതേപോലെ തന്നെ മുസ്ലിങ്ങൾ ധാർമ്മികമാണ് എന്ന് കരുതുന്നതിന് കൃത്യമായ ചില ചട്ടക്കൂടുകളുള്ളതുകൊണ്ട് അതിൻ്റെ പുറത്തുള്ളതിനോട് മുസ്ലിങ്ങൾ എന്ത് ചെയ്യില്ല, ആ നിലക്ക് പിന്നെ അവർ അത് സ്വാംശീകരിക്കില്ല അത്തരം കൾച്ചറുകൾ. അപ്പോൾ അങ്ങനെയുള്ളതാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, ഇതൊരു മുസ്ലിങ്ങൾ പ്രശ്നക്കാരാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പല ആളുകളും പറയാറുള്ളത്. അപ്പോൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? അതായത് ഒരു ഇസ്ലാമോഫോബിക് ഫ്രെയിം വർക്കിലൂടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ ഈ പൊതു ആകാത്തതിൻ്റെ ഒരു കാരണം നമ്മൾ അത് എന്താണ് പൊതുവായിട്ടിരിക്കുന്നത് നോക്കിയാൽ മതി. ഈ പലപ്പോഴും ഹൈന്ദവ കൾച്ചറുമായിട്ട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ബ്രാഹ്മണിക് കൾച്ചറുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് മാത്രമേ പൊതുവായിട്ട് നമ്മൾ എടുക്കുകയുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ആഘോഷം ആയാലും അല്ലെങ്കിൽ ഒരു പൊതു പരിപാടിയിൽ നമ്മൾ ഇപ്പോൾ വിളക്ക് കത്തിച്ച് കൊണ്ട് പരിപാടി തുടങ്ങുക എന്ന് പറയുമ്പോൾ അവിടെ
അത് പൊതുവായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഇത് വിളക്കെത്തിപ്പ് എന്ന് പറഞ്ഞ ഒരു മത ആചാര പ്രകാരമായിട്ടുള്ളതാണ്. അജ്ഞാരാധനയുമായി ബന്ധപ്പെട്ട അപ്പോൾ ആരാധനയായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയ വെട്ടവും വെളിച്ചവും ഒക്കെ ഉള്ള ഷോയിൽ നമ്മൾ എന്തെങ്കിലും പൊതു പരിപാടി തുടങ്ങുമ്പോൾ വിളക്ക് തുടങ്ങുമ്പോൾ അത് ഇരുട്ടിനെ അകറ്റുന്നു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് താത്വികമൊക്കെ ചമയ്ക്കാമെങ്കിൽ ബേസിക്കലി അത് അടിസ്ഥാനപരമായി അതൊരു വിശ്വാസത്തിൻ്റെ ഒരു ഗ്രൂപ്പ് ഓഫ് വിശ്വാസത്തിൻ്റെ ആരാധനയാണ്. അപ്പോൾ അവിടെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അന്യ ആരാധന എന്ന് പറയുമ്പോൾ ചിലപ്പോൾ തിയോളജിക്കലി വിഷയം ഉണ്ടാവായിരിക്കും. പക്ഷേ അതേസമയത്ത് യുക്തിവാദി എനിക്കും അത് ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ ഇഷ്ടമില്ലാത്ത എനിക്ക് ചേരാൻ പറ്റാത്തൊരു സാധനം, പക്ഷെ അവിടെ എനിക്ക് പോലും കിട്ടുന്ന ഒരു ഫ്രീഡം ഒരു മുസ്ലിമിന് കിട്ടാതെ വരുന്നുണ്ട്. പിന്നെ സി രവിചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ ഫേസ്ബുക്കിൽ കണ്ടിരുന്നു. അതായത് ഒരു നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് അദ്ദേഹം അതിൻ്റെ തൊട്ട് പിന്നിൽ എഴുന്നേൽക്കാൻ റെഡി അല്ലാതെ ഇരിക്കുകയാണ്. അത് പ്രചരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ഒരു ആശയത്തോടുള്ള ഒരു ആത്മാർത്ഥത എന്നുള്ള നിലക്കാണ്. അതായത് അദ്ദേഹം ഒരിക്കലും ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. ആ ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരാൾ ഒരു അഗ്നിയാരാധനയുമായി ബന്ധപ്പെട്ട് അതിന് എഴുന്നേറ്റ് നിൽക്കേണ്ട കാര്യമില്ല. അപ്പം അങ്ങനെ അദ്ദേഹം ചെയ്യുമ്പോൾ അത് ഭയങ്കരമായ ഒരു ആദർശവൽക്കരിക്കപ്പെടുകയും അതേപോലെ തന്നെ ബഹുമാനന മന്ത്രി ജി സുധാകരൻ അദ്ദേഹവും ഇതേപോലെ ഒരു ചടങ്ങിലെത്തിയപ്പം നിലവിളക്ക് കൊളുത്താൻ തയ്യാറല്ല എന്ന് പറയുകയും അതും ആ രൂപത്തിൽ ഒരു ആദർശവൽക്കരിക്കപ്പെടുന്നത് കാണുകയാണ്. എന്നാൽ ഇതേ സമയത്ത് മന്ത്രി അബ്ദുറബിൻ്റെ വിഷയത്തിൽ വന്നപ്പോൾ അതൊരു മത താലിബാനിസവും അതേപോലെ തന്നെ മത മൗലികവാദവും ഒക്കെ ആയി മാറുന്നത് കാണുകയാണ്. അപ്പോൾ ഈ ജി സുധാകരൻ അദ്ദേഹത്തിന് ഒരു പിന്നെ താല്പര്യമില്ലാത്തതിനോട് വിയോജിച്ച് നിൽക്കുന്നു. രവീന്ദ്രൻ ഒരു ദൈവത്തെയും അംഗീകരിക്കാത്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനും എന്ത് ചെയ്യാൻ പറ്റും, ആരാധനകളിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും. ഏകദൈവ വിശ്വാസിയായിട്ടുള്ള ഒരാൾ എന്ത് ചെയ്യാൻ പറ്റില്ല, അത് മാറി നിൽക്കാൻ പറ്റില്ല എന്നുള്ള. അല്ല, ഇതിൽ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ മുസ്ലിം എന്ത് ചെയ്താലും അതിന് മതമായിട്ട് എസെൻഷ്യലൈസ് ചെയ്യുന്ന ഒരു പരിപാടിയും ഇസ്ലാം ഫോബിക് ഫ്രെയിം വർക്കിലുള്ള. അതായത് മുസ്ലിം എന്ത് ചെയ്താലും അതിന് എപ്പോഴും ഒരു മതപരമായ മാത്രമേ മീനിങ് അതിനുള്ളൂ. അല്ലെങ്കിൽ മുസ്ലിം ചെയ്യുമ്പോൾ അതിനൊരു ഒരു ഇൻവിസിബിൾ ഹാൻഡ് അതിൻ്റെ പിന്നിലുണ്ടാകും, അല്ലെങ്കിൽ ഒരു ഇരട്ട മുഖം എന്നൊക്കെ പറഞ്ഞ സാധനമുണ്ട്. അതായത് ഇപ്പോൾ എന്നോട് സൗഹൃദപരമായിട്ട് പെരുമാറുന്ന മുസ്ലിങ്ങളൊക്കെ ആക്ച്വലി ഒറിജിനലി അവർ നല്ല സൗഹൃദങ്ങളല്ല, അവർക്ക് ചില ഉദ്ദേശങ്ങളുണ്ട്, അതുകൊണ്ട് അങ്ങനെ പെരുമാറുന്നവരാണ് എന്നൊക്കെ പറഞ്ഞുള്ള ഈ ഒരു ഫ്രെയിം വർക്ക്, ഇതെല്ലാം ഇസ്ലാമിക് ഫ്രെയിം വർക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രശ്നം. മുസ്ലിങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ ഹൈന്ദവപരമായിട്ട് പൊതുവായിട്ടിരിക്കുന്നത് കൊണ്ടും അതേസമയത്ത് ഇപ്പോൾ നമ്മൾ ബിസ്മി ചൊല്ലി ഒരു പരിപാടി തുടങ്ങിയാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അങ്ങനത്തെ സാധനം. ഇപ്പോൾ നിങ്ങൾക്ക് വിളക്കെത്തിച്ച് തുടങ്ങാമെങ്കിൽ ബിസ്മി ചൊല്ലി തുടങ്ങാം. കാരണം ഇന്ത്യ ഒരു മതരാഷ്ട്രമല്ല എന്ന് പറയുന്ന പോലെ തന്നെ ഒരു മതരഹിത രാഷ്ട്രവും അല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത് തുടങ്ങാം. അപ്പോൾ അങ്ങനെ തുടങ്ങണം. അപ്പോൾ യുക്തിവാദികൾക്ക് എന്ത് ചെയ്യും എന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ അങ്ങനെ യുക്തിവാദികൾക്ക് പ്രത്യേക ആചാരമല്ല. അപ്പോൾ അത് പൊതുപരിപാടി പൊതുവായിട്ട് അങ്ങ് തുടങ്ങും. നമ്മളിപ്പോൾ എന്നെ സംബന്ധിച്ച് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്നത് നാഷണൽ ആന്തത്തിൽ തുടങ്ങി നാഷണൽ ആന്തത്തിൽ അവസാനിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ നാഷണൽ ആന്തം പൊതുവാണ്, എല്ലാ ഇന്ത്യൻ സിറ്റിസൺസും റെസ്പെക്ട് ചെയ്യേണ്ട ഒരു സംഗതി നാഷണൽ ആന്തം എന്ന് പറയുന്ന സാധനം. അത് നാഷണൽ ആന്തത്തിൽ തുടങ്ങി നാഷണൽ ആന്തത്തിൽ അവസാനിപ്പിക്കുക. അപ്പോൾ പിന്നെ അത് ഇൻക്ലൂസീവ് ആയി കഴിഞ്ഞു. പക്ഷേ ഇവിടെ ഇതില് അത് പറയുമ്പോൾ ഇടയിൽ ഇടപെടുന്ന, അതായത് ഇപ്പോൾ യഹോവ സാക്ഷികളായിട്ടുള്ള ആളുകൾ അവർക്ക് നാഷണൽ ആന്തത്തിന് അതിൽ അവർക്ക് തിയോളജിക്കലി വെർഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അവർക്ക് പോലും എക്സെപ്ഷൻ കൊടുത്ത ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതുപോലും ഉൾക്കൊള്ളാൻ പറ്റുന്ന, അതായത് നാഷണൽ ആന്തം എഴുന്നേറ്റ് നിൽക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഭയങ്കര ട്രിഗറിങ് ആയിരിക്കും, അതുപോലും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സൊസൈറ്റി. പക്ഷേ മുസ്ലിങ്ങളുടെ കേസ് വരുമ്പോൾ മാത്രം നാഷണൽ ആന്തം പോലും അല്ല, ഒരു മതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉരുത്തിരിഞ്ഞിട്ടുള്ള ഒരു വിളക്ക് കത്തിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ പോലും അത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു. അല്ല, ഇതിൽ ഞാൻ പറഞ്ഞത്, അതായത് ഈ നമ്മൾ അപ്പോൾ അവിടെയാണ് നമ്മൾ എന്തിന് ഇസ്ലാം ഫോബിയ എന്നുള്ള ഒരു ഇതിലേക്ക് നമ്മൾ ഫ്രെയിം വർക്കിലേക്ക് പോകേണ്ടത്. അപ്പോൾ അവിടെ ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഇപ്പം അതേ സമയത്ത് ഇപ്പോൾ യഹോവയുടെ സാക്ഷികൾ എന്നാണ് പറയുന്നത്, യഹോവാസ് സാക്ഷീസാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പറഞ്ഞ പോലെ അവർക്കും കൊടുക്കുന്ന റൈറ്റ് ഈ മുസ്ലിങ്ങൾ കിട്ടാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ കുറച്ചുകൂടി പവർഫുള്ളാണ്, കുറച്ച് പവറുണ്ട്. മാത്രമല്ല ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അപ്പം ഈ കേരളത്തിലാണ് മുസ്ലിങ്ങൾക്ക് ഇത്ര ഒരു സപ്പോർട്ട് ഇല്ലാത്തത്. അതേസമയത്ത് നമ്മൾ പറയുന്നത് ഇപ്പോൾ പെർഫെക്റ്റ് വിക്ടിം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് ഇപ്പോൾ തിരിച്ചടിക്കാത്തൊരു മുസ്ലിമാണ്, അതായത് ആക്രമണം ഇരയായിരിക്കുന്ന മുസ്ലിമാണെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് കൊടുക്കും, പെർഫെക്റ്റ് വിക്ടിം എന്ന് പറയും. പക്ഷേ കേരളത്തിലെ മുസ്ലിംസ് നമ്മുടെ ഒരു വോയിസ് ഉണ്ട്, ഒരു സംഘടന ശക്തിയുണ്ട്. അപ്പം കുറച്ചുകൂടി അവർ ചോദ്യം ചെയ്യും തിരിച്ച്. അതായത് കുറച്ചുകൂടി വയലൻസിനെ അനുകൂലിക്കാൻ തോന്നരുത്, പക്ഷെ അങ്ങനെ എന്നാൽ പോലും അടിച്ചാൽ ചിലപ്പോൾ തിരിച്ചടി കിട്ടും എന്നൊരു തോന്നലാണ് നമുക്കുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ നമുക്ക് പെർഫെക്റ്റ് വിക്ടിം അല്ല, അപ്പോൾ അങ്ങനെ ചോദിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ചോദിക്കും, നമ്മളുണ്ട് നിങ്ങൾ ചോദിക്കുന്നത്, നമ്മൾ ചോദിച്ചാലെന്ന് പറയുമ്പോൾ പക്ഷെ നമ്മൾ ചോദിക്കുന്നില്ല എന്നുള്ള വേറെ പ്രശ്നമുണ്ട്. കാരണം ഇവിടെ പൊതുസമൂഹം ഈ സെക്കുലർ എന്ന് പറയുന്നവർ പോലും മുസ്ലിങ്ങൾക്ക് നീതി ഉറപ്പാക്കാൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൽ ഇതെല്ലാം ഇത് പൊതുവായിട്ട് വരുന്നതിൻ്റെ കാരണം ഈ ഇസ്ലാം ഫോബിയ എന്തിന് എന്നുള്ളത് അവിടെ വരുന്നത്. കാരണം അവിടെ ഈ പറഞ്ഞ പോലെ പവർ പൊസിഷൻ വരുമ്പോഴത്തേക്ക് അവർ ഒരുമിച്ചിരിക്കണമെങ്കിൽ നമ്മൾക്ക് ഇവിടെ ഈ ഇസ്ലാമിന് ഒരു സാധനം അവിടെ വേണം. അത് ഇസ്ലാമിനായാൽ മാത്രമേ വർക്കാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രാഹ്മണ്യ മൂല്യത്തിന് കീഴ്പ്പെടാത്തത് കൊണ്ടും ഈ പറഞ്ഞ പോലെ അവർ ഈ റിജിഡായിട്ട് അവരുടെ വിശ്വാസത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുന്ന ഒരു ഇതുള്ളത് കൊണ്ടുമാണ്. അപ്പം
അപ്പോൾ അതിനകത്ത് എൻ്റെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബഹുസ്വര സമൂഹമാണ് എങ്കിൽ ഇപ്പോൾ അവരത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല, അവർക്കത് പറയാനുള്ള ഒരു സ്പേസ് ഉണ്ടോ ഇല്ലയോ. അങ്ങനെ സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊരു ബഹുസ്വര സമൂഹം എന്ന് പറയാൻ പറ്റൂ. പിന്നെ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് വേറെ തിയോളജിക്കൽ റാഷണൽ ഡിസ്കഷനാണ്, അത് വേറെയാണ്, രണ്ടായിട്ട് തന്നെ കാണാം. പിന്നെ അതിൽ തന്നെ ഇപ്പോൾ ഇസ്ലാമോബിയെ കുറിച്ച് പറയുമ്പോൾ അത് ഇസ്ലാമിനെ കുറിച്ച് പറയുന്നതും കാരണം ഇസ്ലാമായിട്ടൊരു ബന്ധമല്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്കൊരു മുസ്ലിമിനെ കാണുമ്പോൾ തോന്നുന്ന പേടിയോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ നമ്മളെ പറ്റിക്കുമ്പോൾ നമുക്ക് പറയുന്ന സംസാരമോ മുസ്ലിങ്ങൾക്കെതിരെ പറയുന്ന വംശീയ സ്റ്റേറ്റ്മെൻറ്റോ അല്ല ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. നമ്മളെ അതിലേക്ക് നയിക്കുന്ന ഒരു ചിന്തയാണ്, ബോധമാണ് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇസ്ലാമോഫോബിക്ക് അല്ലെങ്കിൽ ഒരു മുസ്ലിമിനെ കാണുമ്പോൾ എനിക്ക് പേടി തോന്നില്ല. ഒരു മുസ്ലിം എന്നെ പറ്റിച്ചാൽ അത് മൊത്തം മുസ്ലിങ്ങൾ ഇങ്ങനെയാണ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറയൂല. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. നമ്മൾ അങ്ങനെ അതിനെ നോക്കി കാണാൻ ശ്രമിക്കണം. ഇതോടൊപ്പം തന്നെ ഇൻറ്റേർണലൈസ്ഡ് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന സാധനമാണ്. അതായത് മുസ്ലിങ്ങൾ തന്നെ പറയുന്നുണ്ട് ഞങ്ങളും അത്ര ശരിയൊന്നുമല്ല, ഞങ്ങളുടെയും കൂടി പ്രവർത്തനം കൊണ്ട് കൂടിയാണ്. അത് അങ്ങനെയല്ല. ഒരു അമുസ്ലിമിന് മുസ്ലിങ്ങളോട് തോന്നുന്ന വംശീയതയാണ്. അപ്പോൾ അത് നിങ്ങൾ നല്ല പ്രവൃത്തി ചെയ്തോ ചെയ്തില്ലേ, നിങ്ങൾ മോശമാണോ ചെയ്തത് എന്നതിനോട് അപ്രസക്തമായ കാര്യം. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന മോശം പ്രവൃത്തിയെ ഇസ്ലാമോഫോബികൾ ഉപയോഗിക്കും. അതായത് ഇസ്ലാമോഫോബിയ വളർത്താൻ വേണ്ടി ഉപയോഗിക്കും എന്നുള്ളതേ ഉള്ളൂ. അത് നിങ്ങൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇസ്ലാമോഫോബിയ എന്നൊരു സാധനം അതിന് ഇസ്ലാമിൽ നിന്ന് മുസ്ലിമിൽ നിന്ന് വേർതിരിച്ച് വേണം അതിനെ കാണാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാനല്ലടാ നീയാണ്ട്ര തീവ്രവാദി എന്ന് പറഞ്ഞാൽ പരസ്പരം തീവ്രവാദാരോപണം ഉന്നയിക്കുന്ന സാധനങ്ങളുണ്ട്. അതിൽ തന്നെ ഇപ്പം ചിലർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളാണ് യഥാർത്ഥ മുസ്ലിം, കണ്ടില്ല നമ്മൾ താടിയൊക്കെ നീട്ടി വളർത്തി തലയൊക്കെട്ടൊക്കെ ഇട്ട് മുണ്ട് ഇങ്ങനെ ഇട്ട് കിടക്കുന്നു എന്ന് പറയുമ്പോൾ ആക്ച്വലി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന അവരാണ് യഥാർത്ഥ മുസ്ലിം. അപ്പോൾ നമുക്ക് പേടിയുള്ളത് ആ മുസ്ലിങ്ങളോടായിരിക്കും. അതേസമയം നിങ്ങളെ കണ്ടാൽ ചിലപ്പോൾ എനിക്ക് പേരൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും എനിക്ക് മനസ്സിലാകുന്നത് മുസ്ലിമാണെന്ന്. കണ്ടാൽ ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഈ ഡിഫറൻസസ് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ അതുകൊണ്ട് ഈ പരസ്പരം അങ്ങനെയല്ല, ഇത് നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടല്ല, അല്ലെങ്കിൽ മുസ്ലിമിൻ്റെ പ്രവൃത്തി കൊണ്ടല്ല ഇസ്ലാമോഫോബിയ വരുന്നത്. ഇസ്ലാമോഫോബിയ ബാക്കിയുള്ളവർക്ക് തോന്നുന്നതാണ്, അത് ഈ അതറൈസേഷൻ്റെ ഭാഗമായി നിൽക്കുന്നതാണ്. മാത്രമല്ല അത് ഈ പറഞ്ഞ പോലെ പൊതുബോധവുമായി ചേരാത്തതുകൊണ്ട് ഇന്ത്യ ഒരു എക്സ്റ്റേണൽ അതറായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് ഈ എക്സ്റ്റേണൽ അതർ എപ്പോൾ തീരുന്നു, അത് മുസ്ലിങ്ങൾ തീരുന്നു വരുമ്പോൾ ഇവിടെയുള്ള ദളിതരും ആദിവാസികളും പിന്നെ ഒബിസികളും ഗ്രേഡ് ഇതനുസരിച്ച് അവർ എക്സ്റ്റേണൽ അതറായിട്ട് മാറി. ഇപ്പോൾ അവർ ഇന്ത്യൻ അതറാണ്, കാരണം ഒന്നുമില്ലെങ്കിൽ ഹിന്ദുക്കളാണ് എന്നുള്ളൊരു ചിന്തയിലൊക്കെയാണ് അവരിയ്ക്കുന്നത്. പക്ഷേ ഈ എക്സ്റ്റേണൽ അതർ ഇപ്പോഴും മുസ്ലിമാണ്. അതാണ് എൻ്റെ ഒരു വേറെ പ്രത്യേകത. ഇതിൽ പൊതുവേ നമ്മൾ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഈ സഹിഷ്ണുത എന്ന് പറയുന്നത് നമ്മൾ പൊതുവേ ഒരു പൊതുബോധത്തിൻ്റെയും അല്ലെങ്കിൽ ഒരു സെക്കുലർ ഇതിൻ്റെയൊക്കെ ഒരു കാര്യമായിട്ട് പറയുന്നതാണ്, ഒരു ഭയങ്കര ഒരു ക്വാളിറ്റി ആയിട്ട് പറയുന്നതാണ് സഹിഷ്ണുത എന്നുള്ളത്. പക്ഷേ സഹിഷ്ണുത എന്ന് പറയുമ്പോൾ പലപ്പോഴും ഈ സോക്കോൾഡ് പൊതുവിലേക്ക് ആളുകൾ വന്നാൽ മാത്രം, എന്ന് വെച്ചാൽ നമ്മളൊക്കെ പറയുന്ന ഞങ്ങളൊക്കെ വിഭാവനം ചെയ്യുന്ന ആ സാധനത്തിലേക്ക് എല്ലാവരും വന്നാൽ മാത്രം ഞങ്ങൾ സഹിഷ്ണുത, അവരെങ്ങാനും അവരുടെ ആശയം അവരുടെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയാൽ അത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു പ്രത്യേകതരം സഹിഷ്ണുതയാണ് കേരളത്തിൽ പ്രത്യേകിച്ചും ഒരു പൊതുബോധത്തിൽ. കാരണം ഇപ്പം ഈ ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓണത്തിനെക്കുറിച്ച് അതിൻ്റെ പല ആളുകളും എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഉള്ള പല രൂപത്തിൽ വിയോജിപ്പുകൾ, ഇപ്പോൾ ദളിത് ആക്ടിവിസ്റ്റുകൾ പലപ്പോഴും അതിനെ വേറെ രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പല ആളുകളും അത് ഞങ്ങൾക്ക് അതിൻ്റെ ഒറിജിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല വ്യത്യാസങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതേ സമയത്ത് അതേ കാര്യം ഒരു മുസ്ലിം പറഞ്ഞാൽ അത് ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പൊതുവിൻ്റെ ഭാഗമല്ല. അതുകൊണ്ട് അതൊരിക്കലും അങ്ങനെ ഓണം ആഘോഷിക്കുന്നതിനോട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടാൻ പറ്റൂല, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ അത് ഒരിക്കലും പാടില്ലാത്ത ഒരു രാജ്യവിരുദ്ധ സ്റ്റേറ്റ്മെന്റ് പോലെയൊക്കെ കാണാറുണ്ട്. അതായത് ഇപ്പോൾ തുടങ്ങിയത് സെക്കുലർ എന്ന് പറഞ്ഞൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സെക്കുലറിസം എന്താണ് എന്നുള്ള കാര്യത്തിൽ യുക്തിവാദികളുടെ ഇടയിൽ പോലും തന്നെ അഭിപ്രായ വ്യത്യാസമുള്ളൊരു സംഗതി. അപ്പോൾ അതിന് ഇതിലോട്ട് എത്താൻ പറ്റും. അപ്പം സെക്കുലറിസം എന്ന് പറയുമ്പോൾ പലപ്പോഴും ഈ മതരാഹിത്യം, മതരഹിതം, മതവിരുദ്ധത ഇതൊക്കെയാണ് സെക്കുലറിസം. അത് മതമായിട്ട് ഒരു ബന്ധമില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഒന്നാമത്തെ കാര്യം ഇൻ്റർനാഷണലി അല്ലെങ്കിൽ ലോകം മൊത്തം തന്നെ നോക്കിക്കഴിഞ്ഞാൽ സെക്കുലറിസത്തിന് ഒരു ഏകാത്മകമായ ഒരു ഡെഫിനിഷൻ അല്ല ഉള്ളത്. നമുക്ക് അങ്ങനെയൊക്കെ പറയാം, മതരാഹിത്യം എന്നൊക്കെ പൊതുവെ പറയാമെങ്കിലും അങ്ങനെ ഒരു ഏകാത്മകമായിട്ട് നിലനിന്ന സംഗതിയല്ല. ഓരോ രാജ്യത്തും ഓരോ തരം സെക്കുലറിസങ്ങളാണ്, അത് സെക്കുലറിസങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പം അതായത് നമ്മൾ ക്രിട്ടിക്കലി ഒന്ന് നോക്കേണ്ടത് സെക്കുലറിസത്തെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ. ഇപ്പം രാജ്യം മതത്തിൽ ഇടപെടുന്നു, അത് മതത്തിൻ്റെ പൊതുവിൽ മതം എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റ് മതത്തിന് ഡിഫൈൻ ചെയ്യുന്ന ചില രാജ്യങ്ങളുണ്ട്. ആ രാജ്യവും സെക്കുലർ സ്റ്റേറ്റായിട്ടാണ് അറിയപ്പെടുന്നത്. അതുപോലെ തിരിച്ച് മതം സ്റ്റേറ്റിൽ ഇടപെട്ടിട്ട് സ്റ്റേറ്റ് എന്തൊക്കെ ചെയ്യണമെന്ന് മതം തീരുമാനിക്കുന്ന ചില രാജ്യങ്ങളുണ്ട്. ആ രാജ്യവും സെക്കുലർ സ്റ്റേറ്റായിട്ട് അറിയപ്പെടും. മറിച്ച് ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമ്മൾ ഇന്ത്യയിലെ സെക്കുലറിസം എന്ന് പറയുന്നത് ഇന്ത്യയിലൊരു സവിശേഷ സാമൂഹിക സാഹചര്യത്തിൽ നോക്കുമ്പോൾ ഇവിടെ ഇൻട്രാ റിലീജിയസ് ഡോമിനേഷനും ഉണ്ട്, ഇൻ്റർ റിലീജിയസ് ഡോമിനേഷനും ഉണ്ട്. അതായത് ഒരു മതത്തിൻ്റെ പുറത്ത് വേറൊരു മത സംഹിത വന്ന് അധീശത്വം നേടാൻ ശ്രമിക്കുന്നു. ഒരു മതത്തിൻ്റെ അകത്ത് ഉള്ള ഗ്രൂപ്പിൻ്റെ അകത്ത് ഒരു ഗ്രൂപ്പ് അധീശത്വം നേടാൻ ശ്രമിക്കുന്നു. അപ്പോൾ അവിടെ കൃത്യമായി നമ്മൾ സെക്കുലറിസം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയുള്ള ഡോമിനേഷൻസിനെ ഒതുക്കുക, ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ള സെക്കുലറിസം. അല്ലാതെ മതരഹിതരായിരിക്കുക, മതരഹിതരായാൽ മാത്രമേ സെക്കുലർ ആകൂ എന്ന്
പറയുന്ന ഒരു കൺസെപ്റ്റ് അല്ല ഇന്ത്യൻ സെക്കുലറിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സെക്കുലറിസം ആണെങ്കിൽ സെക്കുലറാണ്. അപ്പോൾ അവിടെ ഇതൊരു നമ്മൾ സെക്കുലറിസം തന്നെ. പക്ഷേ പലപ്പോഴും എന്നുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പൊതുവായിട്ടുള്ളത് ഈ അതീശത്വ പ്രത്യയശാസ്ത്രം പറയുന്നത് എന്താണോ അതാണ് സെക്കുലർ എന്ന് പറയുന്ന ഇപ്പം ഒരു വാദമാണ്. അത് ഈ സെക്കുലറിസത്തിൻ്റെ കൂടെ പറയേണ്ട ഒരു വാദമാണ് ഈ ആധുനികത എന്നൊരു സാധനമുണ്ട്. കാരണം നമ്മളിവിടുത്തെ റാഷണൽ സർക്കിൾസിന്, എസ്പെഷ്യലി റാഷണൽ സർക്കിൾസിൻ്റെ ആധുനികത എന്ന് പറയുന്നത് ഒരു പോസ്റ്റ് കൊളോണിയൽ യൂറോസെൻട്രിക് ആധുനികതയാണ്. അത് യൂറോപ്യൻസ് കൊണ്ടുവന്ന ഒരു ആധുനികതയാണ് എന്നാണ് ഇന്ത്യൻ ആധുനികത എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കി യൂറോപ്പിൽ തന്നെ യൂറോപ്യൻസ് വരുന്നതിന് മുമ്പ് മുസ്ലിങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവർ ആധുനികരല്ല എന്ന് അതിന് മുമ്പ് തനത് അറിവൊന്നും തന്നെ ആധുനികമല്ല. അത് ഈ കൊളോണിയൽ ശക്തികൾ കൊണ്ടുവന്ന ആധുനികതയാണ്. അതായത് അവിടെ ഉണ്ടായിരുന്ന അറിവൊന്നും അറിവേ അല്ല എന്നുള്ളത്. പക്ഷേ ഇതിലൊരു ബൈനറി പ്രശ്നമാണ് ഇന്ത്യയിൽ. കാരണം ഇന്ത്യയിൽ അറിവ് എന്ന് പറഞ്ഞ് പരിഗണിച്ചത് എന്തായിരുന്നു? ഇന്ത്യയിൽ ബ്രാഹ്മണ്യവുമായി ബന്ധപ്പെട്ടുള്ള ബ്രാഹ്മണർ ഉണ്ടാക്കിയ ചില അറിവായിട്ട് പരിഗണിച്ചിരുന്നു. ഇവിടെ ചേർന്ന കൃഷിപ്പണി ചെയ്യുന്ന കൃഷിക്കാരുണ്ടായിരുന്നു, കൽപ്പണി ചെയ്തിരുന്നുണ്ടായിരുന്നു, പിന്നെ തുടങ്ങി അതുപോലുള്ള ഇപ്പം മെറ്റലർജി അതുപോലുള്ള നമുക്ക് ഈ അറിവ് അത് നമ്മൾ ഇന്ന് അറിവ് എന്ന് പറയുന്ന സാധനം വെച്ചിട്ട് ചെയ്യേണ്ട ജോലികൾ ചെയ്തിട്ട് കുറേ ആൾക്കാരുണ്ട്. ഇപ്പം നമ്മൾ പണ്ട് നമുക്ക് നഗ്ന നേത്രങ്ങളേ ഉള്ളൂ. ആകാശത്തേക്ക് നോക്കി ആകാശത്തിലൊരു നക്ഷത്രത്തിൻ്റെ കണക്കൊക്കെ വെച്ചാണ് ഇവിടെ പലതും ഞാറ്റുവേല കൃഷി ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ അറിവാണ്. പക്ഷേ ഇന്നത് അറിവല്ല. നമ്മൾ പലതും കൃഷി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സ്കിൽഡ് വർക്ക് എന്നൊക്കെ പറഞ്ഞാണ് മാറ്റിയെടുത്തത്. അറിവ് ആയിട്ട് വേറെ കുറേ സാധനങ്ങളാണ്. പക്ഷേ ഇവിടെ അറിവായിട്ട് വന്നിരുന്നത് മറ്റേ മോക്ഷം ഇത് അങ്ങനെയുള്ള കൺസെപ്റ്റാണ്. അതൊന്നും അപ്പോൾ അത് അറിവാണോ അല്ലേ എന്നുള്ളതാണല്ലോ ചോദ്യം. അപ്പോൾ അതായിരുന്നു അറിവായിട്ട് പരിഗണിച്ചിരുന്നത്. അപ്പം ഇവിടെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ ബ്രാഹ്മണ്യത്തിന് മേൽ വന്ന അപ്പോൾ കൊളോണിയലിസം വന്നു. അവർ നമ്മളെ ആധുനികരെ, അതായത് നമ്മൾ ഭയങ്കര മോശം ആൾക്കാരായിരുന്നു. കൊളോണിയലിസ്റ്റുകൾ വന്നു നമ്മളെ നന്നാക്കി. അവർ വന്ന് നമ്മളെ നന്നാക്കാനല്ല, അവർ വന്ന് അവരുടെ ചില ആവശ്യങ്ങൾ നേടാനാണ്. അപ്പോൾ അവർ വന്നിട്ട് ചെയ്തത് ബ്രാഹ്മണ്യത്തോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന കുറേ അറിവുകളുണ്ട്. അതും അവർ മോശമായിട്ടാണ് വെക്കുക. നമ്മളാണ് യഥാർത്ഥം. അത് ഈ വൈറ്റ് മാൻസ് ബേർഡൻ, വൈറ്റ് മാൻസ് ഗിൽറ്റ് എന്നൊക്കെ പറഞ്ഞ സാധനമുണ്ടല്ലോ. അത് ഞങ്ങൾ ഭയങ്കര പുരോഗമനവാദികളാണ്. അപ്പോൾ ബാക്കിയുള്ളവരെ നന്നാക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട്. അത് ഇന്ത്യയിൽ വരുമ്പോൾ അത് ഒരു സവർണ നറേറ്റീവാണ്. അതായത് സവർണ ബേർഡനാണ്. അതായത് സവർണർ ഭയങ്കര പുരോഗമനവാദികൾ, അപ്പോൾ ബാക്കിയുള്ളവർ നന്നാക്കേണ്ട ഒരു സേവിയർ ഞങ്ങളാണ്. അതുപോലെ തന്നെ സവർണ ഗിൽറ്റും വരും. അതായത് ഞങ്ങൾ പണ്ട് മറ്റവരോട് ഇങ്ങനെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. അതുകൊണ്ട് അവരെ കൂടെ നിർത്തണം എന്ന് തടവി ഇമോഷണൽ മസാജിങ് ചെയ്ത് നടത്തി. ഇമോഷണൽ മസാജിങ് എന്ന് പറയുന്നത് തീരെ വരുന്ന ഒരു വാക്കാണ്. അപ്പോൾ അങ്ങനെ നടത്തി ചെയ്യേണ്ടതാണ് എന്നൊക്കെ ഉള്ള ഈ ഗിൽറ്റിൽ നിന്നൊക്കെയാണ് ഇതൊക്കെ വരുന്നത്. ഇതെല്ലാം ഈ അതീശത്വ പ്രത്യയശാസ്ത്രമായിട്ട് ചേർന്ന് നിൽക്കും. ഇതിനെല്ലാം ചോദ്യം ചെയ്യുന്ന ഒരു ലെവലിലാണ് ഇവിടെ ഇസ്ലാം ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ മുസ്ലിങ്ങൾക്ക് ഒരിക്കലും പൊതുവായിട്ട് വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പം, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ യുക്തിവാദികളായ പോലും ഒരു ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിൻ്റെ നെഗറ്റീവ് പറയുമ്പോൾ എപ്പോഴും ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ മുസ്ലിമിൻ്റെ എക്സാമ്പിൾസൊക്കെ ആയിരിക്കും പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നെഗറ്റീവ് കാര്യം പറയുമ്പോൾ പോലും ഈ ഇസ്ലാമിക് അല്ലെങ്കിൽ മുസ്ലിം മെറ്റവേഴ്സാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ താലിബാൻ ഇന്ത്യ, താലിബനൈസ്ഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയും. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഈ പ്രശ്നം നമ്മൾ നെഗറ്റീവായിട്ട് അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ അതായത് ഈ നെഗറ്റീവായിട്ടുള്ള എന്ത് പറഞ്ഞാൽ നമ്മളൊരു മുസ്ലിം ഒരു മെറ്റഫർ അതിനകത്ത് കൊണ്ടുവരും. ഇതെല്ലാം ഈ പറഞ്ഞ പോലെ നമ്മളിൽ അന്തർലീനമായി കിടക്കുന്ന ഇസ്ലാമോഫോബിയയുടെ ഭാഗങ്ങളാണ്. അപ്പോൾ അതിനെ നമ്മൾ അങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്. കാരണം നിങ്ങൾ ഇസ്ലാമോഫോബ് ആയതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്. ഇപ്പം മുഹമ്മദ് നബി പീഡോഫൈലാണ് എന്ന് പറയുന്ന വ്യക്തി ഇസ്ലാമോഫോബ് ആയിരിക്കും. മുഹമ്മദ് പീഡോഫൈൽ ആണോ അല്ലേ എന്നുള്ളതല്ല എൻ്റെ പോയിന്റ്, അത് വേറെ ചോദ്യം. പക്ഷേ അങ്ങനെ ഒരാൾ പറയുന്നുണ്ടെങ്കിൽ ആ പറയുന്ന ആൾ ഇസ്ലാമോഫോബ് ആയിരിക്കും. ഇതാണ് ഞാൻ വെക്കുന്ന പോയിന്റ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള വിമർശനങ്ങൾ, അപ്പോൾ യുക്തിവാദികൾ ഒരുപാട് ഇസ്ലാം വിമർശകരായിട്ടുള്ള ആളുകളുണ്ട്. അതിൽ തന്നെ ഒരു വിഭാഗം ഇസ്ലാം വിമർശകരായ ആളുകൾ മറുവിഭാഗത്തിനെ പറയും, നിങ്ങൾ ഇസ്ലാമോഫോബിക്കാണ്, നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, സംഘപരിവാറിന് വിടുപണി ചെയ്യാണ്, അല്ലെങ്കിൽ സംഘപരിവാറിനെ വളർത്തുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതേ ആളുകൾ തന്നെ, അതായത് മറുഭാഗം ഇസ്ലാമോഫോബുകളാണെന്ന് പറയുന്ന ആളുകൾ തന്നെ പലപ്പോഴും നമ്മൾ കാണുന്നത് വളരെ അധികം സമൂഹത്തിൽ ഒരു അതറൈസേഷൻ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ പിന്നെ ചില സ്റ്റീരിയോ ടൈപ്പുകൾ ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നു, ചില വേർഡ്സ് ഉപയോഗിക്കുന്നു. ഇതൊക്കെ നമുക്ക് കാണുകയാണ്. അപ്പോൾ ശരിക്കും മറുഭാഗത്തിനോട് ഇസ്ലാമോഫോബിയ ആരോപിക്കണമെങ്കിൽ ഇവർക്ക് ഇസ്ലാമോഫോബിയെ കുറിച്ചൊരു ധാരണയുണ്ട് എന്നാണ് എൻ്റെ അർത്ഥം. അത് സമൂഹത്തിൽ അപകടമാണെന്ന് അവർക്ക് ഒരു ചെറിയൊരു ധാരണയെങ്കിലും ഉണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇവർ തന്നെ അത്തരത്തിൽ വരുന്നത്? ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഈ ഫ്രെയിംവർക്ക്. എല്ലാ ഫ്രെയിംവർക്കും അവർ എടുക്കൂല, ഫസ്റ്റ് ഫ്രെയിംവർക്ക് എടുക്കൂ. അതായത് ആദ്യത്തെ 10% വരും. അതായത് ഈ പറഞ്ഞ ആൻറ്റി മുസ്ലിം റേസിസം എന്ന് പറയുന്ന ഫ്രെയിംവർക്ക് മാത്രമേ അവരെടുക്കൂ. എസ്പെഷ്യലി അതായത് നിങ്ങൾക്ക് മുസ്ലിങ്ങളെ വംശീയമായി ഉന്മൂലനം ചെയ്യണമെന്നൊരു പദ്ധതി അവർക്ക് ആർക്കുമില്ല. അതുകൊണ്ട് തന്നെ അവർ ആ ഫസ്റ്റ് ഫ്രെയിംവർക്കിൽ ഈ 10% ഫ്രെയിംവർക്കിൽ അവർ വരും. അതായത് ആൻറ്റി മുസ്ലിം റേസിസം, അതായത് വംശീയ വിരുദ്ധ മുസ്ലിം വിരുദ്ധ വംശീയത എന്നുള്ള പോയിന്റ് അവരെടുക്കും, ബാക്കി അവരെടുക്കില്ല. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ബാക്കി ഒരു ഫ്രെയിംവർക്കുകൾ എടുക്കാതിരുന്നത് അൾട്ടിമേറ്റ്ലി യു ആർ ഫ്യൂവലിംഗ് ദാറ്റ് ദ വംശീയ ഉന്മൂലനം എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. ഈ നിങ്ങൾ ഇസ്ലാമോഫോബിക്ക്
വിരുദ്ധമാണ് എങ്കിൽ നിങ്ങൾ എല്ലാ ഫ്രെയിംവർക്കും നിങ്ങൾ എടുത്തേ പറ്റൂ. അല്ലെങ്കിൽ കുഴപ്പമെന്ന് വെച്ചാൽ നിങ്ങൾ അൾട്ടിമേറ്റ്ലി ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പദ്ധതി ഉണ്ടാവില്ലായിരിക്കും, പക്ഷേ അത് കറങ്ങിത്തിരിഞ്ഞ് ഫ്യൂൽ ചെയ്യും ഇതിന്. ഉദാഹരണത്തിന് ഇപ്പം കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞൊരു വ്യക്തി, ഞാനിവിടെ വ്യക്തികളുടെ ഒന്നും വിമർശനം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല, പേരും പറയുന്നില്ല. ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അതുപോലെ ഇപ്പം പാനായിക്കുളം വിഷയത്തിൽ നുണ പറഞ്ഞ ഒരാളുണ്ട്. ഹാദിയ വിഷയത്തിൽ പിന്നീട് ഹാദിയ തിരിച്ച് അവരുടെ പാരൻ്റ് ഇതിലേക്ക് തിരിച്ചു പോകാൻ ശ്രമിച്ച യുക്തിവാദി, അഭിനന്ദിച്ച യുക്തിവാദികളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കൃത്യമായി ഇസ്ലാം പോയി വളരാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുത്തിട്ട് ഞാൻ അങ്ങനെയല്ല, ഞാൻ നടത്തുന്നതാണ് യഥാർത്ഥ വിമർശനം എന്ന് പറയുമ്പോൾ അൾട്ടിമേറ്റ്ലി യു ആർ ഡൂയിങ് വാട്ട് ദ അതേഴ്സ് ആർ ഡൂയിങ്. ഇതാണ് എൻ്റെ പ്രശ്നം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഇസ്ലാം പോയി വെറുതെ നടത്തണമെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇസ്ലാമിൻ്റെ എന്താണ്, ഇപ്പം ഒന്ന് ഈ എസെൻഷ്യലൈസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു വിഷയത്തിൽ ഇസ്ലാമിന് ബന്ധമുണ്ടോ എന്ന് വെച്ചാൽ ബന്ധമില്ലാത്ത പല വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അക്യുപഞ്ചർ വിഷയത്തിൽ ഇസ്ലാമിനോട് യാതൊരു ബന്ധമില്ല. അതൊരു അക്യുപഞ്ചർ എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ മെഡിസിനൽ പ്രാക്ടീസാണ്. അപ്പോൾ അത് ഒരു അന്ധവിശ്വാസമാണ്, അല്ലെങ്കിൽ അശാസ്ത്രീയ അസംബന്ധമാണെന്നുള്ളത് വേറൊരു വിഷയമാണ്. പക്ഷേ അത് പ്രാക്ടീസ് ചെയ്യുന്നവർ മതമായിട്ട് യാതൊരു ബന്ധമില്ല. അങ്ങനെയാണെങ്കിൽ അക്യുപഞ്ചർ ചികിത്സ തേടുന്ന യുക്തിവാദികളുണ്ട്, ഹിന്ദുക്കൾ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, അഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. അപ്പോൾ പിന്നെ അവരേത് മതമായിട്ട് ബന്ധപ്പെട്ട് വരും? അതുമായിട്ടൊരു ബന്ധമില്ല. നമ്മൾ ഈ ഇസ്ലാമുമായിട്ടൊരു ബന്ധമില്ലെങ്കിൽ ഇസ്ലാമുമായിട്ട് എസെൻഷ്യലൈസ് ചെയ്യും. അതാണ് ഇതൊരു എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ, ഒരു ഇസ്ലാം വിമർശകൻ അദ്ദേഹം ഇസ്ലാമോഫോബിയെ എതിർക്കുന്ന, അല്ലെങ്കിൽ ഈ സംഘപരിവാറിന് വേണ്ടി ഇസ്ലാം വിമർശനം നടത്തുന്നതിനെ എതിർക്കുന്ന ഒരാളാണ്. അദ്ദേഹം മലപ്പുറം പത്രത്തിൻ്റെ പ്രാദേശിക പേജ് എടുത്തു വെച്ചിട്ട് ഇങ്ങനെ വാർത്ത വായിക്കുകയാണ്. ഈ ലഹരി മരുന്ന് ഒരു മുസ്ലിം പേര്, പിന്നെ ഉമ്മയെ കൊന്നത് മുസ്ലിം പേര്, അങ്ങനെ സാമൂഹ്യ വിരുദ്ധമായ കുറേ കാര്യങ്ങൾ, ഇതിലൊക്കെ മുസ്ലിം പേര് ഇബ്രാഹിം അഹമ്മദ്. എന്നിട്ട് ഇത് വായിച്ചിട്ട്, അതായത് ഒരു മലപ്പുറം എന്ന് പറയുന്ന മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തുള്ള പ്രാദേശിക പേജിൽ സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങളായിരിക്കും കൂടുതലുണ്ടാവുക. ഇത് വായിച്ചിട്ട് എന്ത് ചെയ്യാണ്, ഇസ്ലാം വിമർശനമാണെന്ന പേരിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈവൻ അവർ പലപ്പോഴും പറയുന്ന ഒരു വേർഡ് ഉണ്ട്, ഞങ്ങൾ ഇസ്ലാമിനെയാണ് എതിർക്കുന്നത്, മുസ്ലിങ്ങളെ അല്ല എന്നുള്ളത്. അപ്പോൾ അതിൽ തന്നെ കുറച്ച് വ്യത്യാസങ്ങളുണ്ടാകും. പക്ഷേ ഇവർ ചെയ്തുകൊണ്ട് കൃത്യമായി മുസ്ലിങ്ങളെ തന്നെ ആണ് പറയുന്നത്. അതായത് പ്രാദേശിക പേജിൽ ഖുറാനും ഹദീസെല്ലാം ഉണ്ടാവുക, മുസ്ലിം പേരുകൾ കണ്ടിട്ടാണ് ഇത് പറയുന്നത്. അതേപോലെ തന്നെ ഈ ലവ് ജിഹാദ് വിഷയത്തിൽ ഹാദിയ വീണ്ടും അഖിലയായാൽ മുസ്ലിം മനുഷ്യനാകും എന്ന് പറഞ്ഞുകൊണ്ടുള്ള. അപ്പം അത്തരത്തിൽ ഇതെന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ പിന്നെയും മറ്റുള്ളവരെ ആരോപിക്കുകയും കൂടി ചെയ്യുന്നത്? ഇതിൽ വേറൊരു ഈ ഹാദിയുടെ കാര്യം പറഞ്ഞ പോലെ എനിക്ക് ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരുമായിട്ടൊക്കെ സൗഹാർദ്ദം, സാഹോദര്യം, ചർച്ചകൾ നടത്തുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഈ പലരും ഇസ്ലാം മതം തിരഞ്ഞെടുക്കുന്നവർ തന്നെ പലപ്പോഴും ഈ ഖുറാനൊക്കെ വായിച്ച് പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ടൊന്നും അല്ല അവർ തിരഞ്ഞെടുക്കുന്നത്. അവർ നോക്കുമ്പോൾ കാണുന്ന അവർ നിലനിൽക്കുന്ന അവരുടെ പാരൻ്റ് റിലീജിയൻ സിസ്റ്റം ഭയങ്കര പ്രശ്നകരമായിട്ട് തോന്നുകയും, അപ്പോൾ ഈ മുസ്ലിങ്ങളോടുള്ള മുസ്ലിങ്ങൾ മറ്റുള്ളവരോട് കാണിക്കുന്ന സാഹോദര്യം, സ്നേഹം, ആ ബന്ധമൊക്കെ നോക്കുമ്പോൾ അത് കൊള്ളാം, നമ്മൾ ഉള്ള മതത്തെ കണ്ടി ഇത് കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് തിരഞ്ഞെടുക്കുന്നത് പോലെയാണ് എനിക്ക് പലപ്പോഴും പലരോടുള്ള സംസാരത്തിൽ നിന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ അതായത് ഇപ്പോൾ അപ്പോൾ ചിലർ പറഞ്ഞു നിങ്ങൾ ഖുറാൻ വായിച്ചു കഴിഞ്ഞാൽ മുസ്ലിം വിരുദ്ധനായി മാറും എന്ന് പറഞ്ഞാൽ പോലും അവർ പക്ഷേ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന മുസ്ലിങ്ങൾ നമ്മളോട് കാണിക്കുന്ന സാഹോദര്യം, സ്നേഹം, ഈ ഒരു വീട്ടിൽ ചെന്നാൽ അവർ ചെയ്യുന്ന ഹോസ്പിറ്റാലിറ്റി, ഇതൊക്കെ കണ്ടാൽ കൊള്ളാം, അപ്പോൾ മുസ്ലിം ആയാൽ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇത് കണ്ടിട്ട്, അതായത് ഒരു മുസ്ലിം സൗഹൃദ അനുഭവത്തിൽ നിന്ന് ഇസ്ലാം തിരഞ്ഞെടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരോട് ചെന്നിട്ട് നിങ്ങൾ ഇസ്ലാം ഇങ്ങനെയൊക്കെ കഥ പറഞ്ഞു കൊടുത്താലൊന്നും അവർ ശ്രദ്ധിക്കില്ല. കാരണം അവരെ സംബന്ധിച്ച് അവർ ആൾറെഡി നിൽക്കുന്ന അതിലും വലിയ പ്രശ്നത്തിലാണെന്നാണ് അവർ കരുതുന്നത്. കാരണം മനുഷ്യർ തുല്യരല്ല എന്നും, ചില മനുഷ്യർ ജന്മനാ തന്നെ ബഹുമാനിക്കേണ്ടതാണ്, ചില മനുഷ്യർ ജന്മനാ തന്നെ അധമരാണ് എന്നും പറയുന്ന ഒരു സിസ്റ്റത്തിൻ്റെ അകത്ത് നിൽക്കുന്ന ആളിനെ സംബന്ധിച്ചോളം പിന്നെ ഏത് സാധനം കൊണ്ടുവന്നാലും അതിനേക്കാൾ മെച്ചമായിരിക്കും. ഇതാണ് അതിൽ ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പം നിങ്ങൾ നടത്തുന്ന ഒരു പ്രഭാഷണം ഇവിടുത്തെ റൈറ്റ് വിങ് മിലിറ്റൻ്റ് ഐഡിയോളജി, അത് വംശീയ ഉന്മൂലനം പ്രത്യയശാസ്ത്രം നടക്കുന്ന ആൾക്കാർക്ക് പൈസ തരണം, നിങ്ങൾക്ക് പൈസ തരണം, അവർക്ക് ലാഭകരമാണ് എന്ന് തോന്നുന്നത് നിങ്ങൾക്കൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളോട് ആരാണ് ഇവിടെ പൈസ വാങ്ങിയത്, അല്ലെങ്കിൽ ആര് വാങ്ങിയില്ല, ഇതല്ല ഇവിടുത്തെ എൻ്റെ ചോദ്യം. എൻ്റെ ചോദ്യം, നിങ്ങൾ ഈ കൂട്ടരെല്ലാം നടത്തുന്ന ഈ സാധനം അവർക്ക് പൈസ തരാൻ വേണ്ടി അവർക്ക് ഗുണകരമാണ് എന്ന് തോന്നുന്നത് നിങ്ങൾക്കൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല എന്നുള്ളതാണ് ഞാൻ അവരോടൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം. പിന്നെ വാങ്ങിയില്ല അതൊക്കെ വേറെ വിഷയം. അത് വാങ്ങിയില്ലെങ്കിൽ അൾട്ടിമേറ്റ്ലി നിങ്ങൾ ഇതൊക്കെ അവർക്കുള്ള ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ തിരിച്ചറിയണം. ഇത് എല്ലാ ഫ്രെയിം വർക്കിലേക്കും തിരിച്ചത്. ഈവൻ എനിക്കും മുസ്ലിം സുഹൃത്തുക്കളോടൊക്കെ പറയാനുള്ളത്, ഈ പരസ്പരമുള്ള ഈ നിങ്ങളുടെ എന്തെങ്കിലും പ്രവൃത്തി കൊണ്ടോ അല്ലെങ്കിൽ പ്രവൃത്തി ദോഷം കൊണ്ടോ ഒന്നും അല്ല ഇസ്ലാം, അത് തിരിച്ചറിയുക, എല്ലാ ഫ്രെയിം വർക്കുകളും ഏറ്റെടുക്കുക എന്നുള്ളതൊക്കെയാണ് എനിക്ക് എൻ്റെ പറയാനുള്ളത്. പിന്നെ അതുപോലെ സെക്കുലറിസത്തെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ് മുഴിപ്പിച്ചില്ല. അത് സെക്കുലറിസം എന്ന് പറയുമ്പോൾ അവിടെയാണ് ഈ ആധുനികത വരുന്നത്. ഈ ആധുനികത പോലെ തന്നെ നമ്മളൊരു പോസ്റ്റ് സെക്കുലർ സ്റ്റാൻഡിലേക്ക് വരണം. അതായത് ഇത് പറഞ്ഞാൽ ഈ സെക്കുലറിസത്തെ നമ്മളിപ്പം ആൾറെഡി നിലനിൽക്കുന്ന ഡെഫിനിഷനെ ഒന്ന് ക്രിട്ടിക്കലി അനലൈസ് ചെയ്യണം. അതൊരു ആൻറ്റി സെക്കുലറിസ്റ്റ് പൊസിഷനല്ല, അതായത് സെക്കുലറിസ്റ്റ് എതിരെ പോവുക എന്നുള്ളതല്ല. ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെ പൊതുവായിട്ട് നിൽക്കുന്ന കുറേ സാധനങ്ങൾ, അതായത് ഇപ്പം മതങ്ങളെല്ലാം ഇല്ലാതായാൽ മാത്രം, അതായത് ഇപ്പം മതം മനുഷ്യനാകും എന്ന് പറയുമ്പോൾ മതം വിടുക എന്നുള്ളത് ഒരു പ്രീ റിക്വസ്റ്റായി മാറും. അങ്ങനെ വരുമ്പോൾ ഒരു മുസ്ലിം പേര് വന്നാൽ
ഒരു ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ നമ്മളെ വേൾഡ് കപ്പിൽ മറ്റേ ഒരു മൊറോക്കോൻ ജയിച്ചപ്പോഴത്തേക്ക് ഇത് മുസ്ലിം വേൾഡിൻ്റെ വിജയമാണ് എന്ന് പറഞ്ഞ് 4,13,00,000 എൻ്റെ ഓർമ്മ, കൃത്യം ഞാൻ മറന്നു. അപ്പോൾ അത്രയും ഫോളോവേഴ്സുള്ള, ട്വിറ്ററിൽ ഫോളോവേഴ്സുള്ള ഒരാൾ ഒരു പോസ്റ്റ് ഇട്ടു. ഈ 4,13,00,000 ആൾക്കാർക്കും തോന്നാത്തൊരു പ്രശ്നം കേരളത്തിലൊരു ഡോക്ടർക്ക് തോന്നുമെങ്കിൽ അദ്ദേഹം അത് പോസ്റ്റ് ഇടുകയും അത് ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോൾ നിങ്ങളെ കണ്ട എന്ത് പറഞ്ഞാൽ ഇസ്ലാം ഫോബി ഒരു കോമഡി ടൈമാണ് മാറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ചയായി. അപ്പോൾ ഒരു യുക്തിവാദിയുടെ ഒരു വീഡിയോ എടുത്തിട്ട് അത് ഇസ്ലാം ഫോബി പടർത്താൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഞാനൊരു ആധുനിക ലോകബോധമുള്ള ആളാണ്, ഒരാൾ മുസ്ലിം എന്ന് പറയാൻ പാടില്ല, പക്ഷേ ആ ആൾക്ക് മാസ്റ്റർ എന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവരെ തന്നെ കോൺട്രാഡിക്റ്റ് ചെയ്തുകൊണ്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളും പ്രവർത്തനങ്ങളും അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുങ്ങൾ എല്ലാ ഫ്രെയിംവർക്കും തിരിച്ചറിയുക. ഒരാൾ മുസ്ലിം ആണ് എന്നത് ഒറ്റ കാരണം കൊണ്ട് അയാൾ ഒരു ആധുനിക അല്ല എന്ന് പറയുന്നത് ഇസ്ലാമോഫിക് സ്റ്റേറ്റ്മെൻറ്റാണ്. അതായത് നിങ്ങൾ മുസ്ലിം ഞാനൊരു മുസ്ലിം ആണെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളൊരു ആധുനിക വിരുദ്ധനാണ്, നിങ്ങൾ ആധുനിക ലോകബോധം ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഇസ്ലാം ഫോബിക്കുള്ള ആളാണ്. അപ്പോൾ മുസ്ലിം അയാൾ ആധുനികമാണോ അല്ലേ എന്നുള്ളത്, പിന്നെ എന്താണ് ആധുനികത എന്നുള്ളത് ഡിഫൈൻ ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഈ ചില കമ്മ്യൂണിറ്റീസ് പോളിയാമറസ് സിസ്റ്റം ഫോളോ ചെയ്യുന്ന കമ്മ്യൂണിറ്റീസ് ഇന്ത്യയിലുണ്ട്. അപ്പോൾ അതാണോ പുരോഗമനം, അതോ നമ്മൾ ചെയ്യുന്ന ഈ ഒരു സിസ്റ്റമാണ് പുരോഗമനം, ആരാണ് ഹൂ വിൽ ഡിസൈഡ് എന്നുള്ള ചോദ്യമുണ്ട്. പിന്നെ അതുപോലെ ഒരു അനുഭവം പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ യുക്തിവാദവും നാസ്തികതയൊക്കെ പറയുമ്പോഴും ഒരു ദിവസം ഞാനും നമ്മുടെ സണ്ണി മാഷും കൂടി ബസ്സിൽ പോവേ, അപ്പോൾ നമ്മൾ അട്ടപ്പാടിയിലേക്ക് പോകൊണ്ടിരിക്കും. നമ്മളിവിടെ നിന്ന് കോയമ്പത്തൂരിൽ നിന്ന് ബസ്സിൽ ആനക്കട്ടിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് KSRTC ബസ്സിൽ ഗൂളിക്കടവിലേക്ക് പോകുമ്പോൾ ഞാനും പുള്ളി കൂടെ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുക. പുള്ളി ഞാൻ ഇരുന്നപ്പോഴത്തേക്ക് പുള്ളി ഒരു ദിവസം വിളിച്ചിട്ട് ഒരു കാഴ്ച കാണിച്ചു തന്നു. കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രതിഷ്ഠർ അവിടെ ഇരുന്നിട്ട് ഒരാളിരുന്നിട്ട് ഈ ഹൈന്ദവ ആചാരപ്രകാരം നമ്മൾ പ്രതിഷ്ഠ ഉണ്ടല്ലോ, അമ്പലത്തിൽ തിരിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ, മൂടി തിരിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ അവിടെ ഒരാൾ ഈ പ്രതിഷ്ഠർ അവിടെ നിന്ന് തിരിഞ്ഞിരുന്നിട്ട് ബീഡി വലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരിക്കലും ഒരു ഹൈന്ദവ സവർണ്ണ ക്ഷേത്രം ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ പുള്ളി ഞാൻ വിളിച്ചാൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്താണ്, ഇപ്പോൾ നിങ്ങൾ അതൊരു നാസ്തികനാകണോ ഇല്ലേ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചാൽ ശരിയാണ്. അപ്പോൾ സംഭവം വെച്ചാൽ അപ്പോൾ അവിടുത്തെ ഷെഡ്യൂൾഡ് ട്രൈബിനെ സംബന്ധിച്ചിടത്തോളം ദൈവം എന്ന് പറയുന്ന അവരുടെ കമ്പാനിയനാണ്. അതായത് സ്വാഭാവികമായി ദൈവത്തോടൊപ്പം ഇരുന്നവർ മയക്കുമരുന്ന് ഉപയോഗിക്കും, പുകവലിക്കും, അവർ മദ്യപിക്കും, അവർ കഥ പറയും, അവരുടെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കും, സൗഹൃദം പങ്കുവയ്ക്കും. അപ്പോൾ ഞാൻ നിങ്ങളും കൂടെ ഒരുമിച്ചിരുന്ന് ചില കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ അത് നമ്മളുടെ സൗഹൃദം. അപ്പോൾ അങ്ങനെ ഒരു കമ്പാനിയൻഷിപ്പ് പോലെ കാണുന്ന ഒരാളുടെ ചെന്നിട്ട് ദൈവമൊന്നുമില്ല, നിങ്ങൾ നാസ്തികനായാലും നിങ്ങൾ മനുഷ്യനാവുമെന്ന് പറഞ്ഞാൽ അതൊരു വയലൻസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ അതിലൊരു വ്യക്തിയുടെ, അപ്പോൾ അവൻ ആ കമ്പാനിയനാണ് നഷ്ടപ്പെടുന്നത്. ദൈവത്തിൽ നിന്ന് മാറുമ്പോൾ അവന് കമ്പാനിയൻ നഷ്ടപ്പെടുന്നു. ഇതാണ് ഒരു ചോദ്യം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇതെവിടെയാണ് ഈ പുരോഗതി, ആധുനികത എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് ആരാണ് തീരുമാനിക്കുന്നത്, എന്താണ് ആധുനികത, ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് സെക്കുലറിസം എന്ന് പറയുന്നത് ഇതിൻ്റെ കൺവെൻഷണൽ ഇത് വിട്ടിട്ട് ഒരു പോസ്റ്റ് സെക്കുലർ ഇതിലേക്ക് പോകണം. അതേ മതങ്ങളെ ഇപ്പോൾ ന്യൂ എത്തിയസം നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ മതം മൊത്തം തന്നെ നിർമൂലനം ചെയ്യണം എന്നുള്ളതാണ്. സമൂഹത്തിൽ അങ്ങനെയല്ല. നമ്മൾ പോസ്റ്റ് സെക്കുലർ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ മാനേജിങ് ഓൾ ദ ഇവിടെ ഒരു ബഹുസ്വര സമൂഹത്തിൽ മതങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അവരെ എങ്ങനെ മാനേജ് ചെയ്ത് സിസ്റ്റം എങ്ങനെ നമുക്ക് ഒരു പ്രോഗ്രസീവായി ഒരു ഇൻക്ലൂസീവായ സൊസൈറ്റിയിലൂടെ എങ്ങനെ കൊണ്ടുപോകാന്നുള്ളതാണ് ഒരു പോസ്റ്റ് സെക്കുലർ സ്റ്റാൻഡ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മളൊരു പോസ്റ്റ് സെക്കുലറിസമാണ്. പിന്നെ എനിക്ക് എൻ്റെ കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കളോട് പറയാനുള്ളത് ഈ മതരാഷ്ട്രവാദം എന്നൊരു സാധനം ഉണ്ട്. ഈ മതരാഷ്ട്രവാദം എന്ന് പറഞ്ഞാൽ എന്തോ മുസ്ലിങ്ങൾ പറയുന്നതെല്ലാം മതരാഷ്ട്രവാദമാണ് എന്നുള്ളത്. അവിടെ നമ്മൾ മാർക്സിൻ്റെ ഒരു വർക്ക് നമ്മൾ അതായത് എനിക്ക് കമ്മ്യൂണിസ്റ്റിൽ പറയാം, നിങ്ങൾ മാർക്സിസത്തിലേക്ക് മടങ്ങും എന്നുള്ളതാണ് എനിക്ക് എൻ്റെ അകത്ത് പറയാനുള്ളത്. ഇപ്പം ബ്രൂണെ ബുവർ എന്ന് പറഞ്ഞ ഒരാൾ ഈ ജൂത പ്രശ്നം, അതായത് ജൂഷ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഇറക്കി, അത് ജൂതരാഷ്ട്രത്തെക്കുറിച്ച്. അപ്പോൾ അതിൽ പിന്നീട് ആ ബുക്ക് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജർമ്മൻ ഒരു മോഡേൺ സ്റ്റേറ്റായിട്ട് നിൽക്കാൻ ശ്രമിക്കുമ്പോൾ ജൂസ് അത് സമ്മതിക്കുന്നില്ല. അവർക്കൊരു സെപ്പറേറ്റ് രാജ്യമാനത്തിന് വേണ്ടി അവർ ശ്രമിക്കുന്നു. അപ്പോൾ കാരണം അവർ പൊതുവിൽ ലയിച്ച് ചേരുന്നില്ല, അപ്പോൾ സെപ്പറേറ്റായി മാറി നിൽക്കുന്നു. എന്നിട്ട് അവരൊരു ജൂത രാഷ്ട്രം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതായിരുന്നു ബ്രൂണെ ബുവറുടെ ഒരു ആരോപണം. അപ്പോൾ അതിനെതിരെ മാർക്സ് ഒരു വിമർശനം ഉന്നയിച്ചു, അത് ഓൺ ജൂയിഷ് ക്വസ്റ്റ്യൻ അഥവാ ജൂത പ്രശ്നത്തെക്കുറിച്ച് എന്ന് പറഞ്ഞ പുസ്തകം അദ്ദേഹം എഴുതി. അപ്പോൾ അദ്ദേഹം വാദിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഈ എന്താണ് മോഡേണിറ്റി എന്ന് പറയുന്ന സാധനം. അപ്പോൾ അതൊരു ജർമ്മനി ഇപ്പം ജർമ്മനിയിൽ ക്രിസ്ത്യൻ മെജോറിറ്റി ആണല്ലോ. അപ്പോൾ അവർ ആ ക്രിസ്ത്യൻ മെജോറിറ്റി സ്റ്റേറ്റ് പോലും അല്ല, അതൊരു ഈ പറഞ്ഞ പോലെ ഒരു അതീശത്വ പ്രത്യയശാസ്ത്ര ദേശമാണ്. അവിടെ അവർ ജൂതന്മാരൊന്നും ജൂതരാഷ്ട്രം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല. പക്ഷേ ജൂതരുടെയൊക്കെ അവരുടെ കുറേ അവകാശങ്ങളുണ്ട്. അവർക്ക് ഒരു വ്യക്തി എന്ന നിലയിലും ഒരു ജൂത വ്യക്തി എന്ന നിലയിലും ഒരു ഗ്രൂപ്പ് എന്ന നിലയിലും കുറേ അവകാശങ്ങളുണ്ട്. അപ്പോൾ ആ അവകാശത്തിന് അവർ ബുവർ പറയുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ ജൂത സ്വത്വം വിട്ട് ഈ ആധുനിക ജർമ്മൻ സ്റ്റേറ്റിലേക്ക് ലയിച്ച് ചേരണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പൊതുവിലേക്ക് നിങ്ങൾ ലയിച്ച് ചേരുക എന്നാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ മാർക്സ് നിങ്ങൾ പറയുന്നത് അങ്ങനെയല്ല. അവിടുത്തെ ജർമ്മനിയുടെ യഥാർത്ഥ സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെ, ഈ ഉൽപ്പാദന ബന്ധങ്ങളിലെ വ്യത്യാസങ്ങളിൽ വരുത്താതെ ഈ ജൂതന്മാർ അവിടെ വന്ന് ഈ അവരുടെ സ്വത്വം വിട്ടുകൊണ്ട് പൊതുവിലേക്ക് ചേരുക എന്ന് പറയുന്നത് വയലൻസാണ്. പിന്നെ ഇതിന് നിങ്ങൾ ഞാനീ പറഞ്ഞ ബുവർ എന്ന് പേര് മാറ്റുക, അവിടെ ഇന്ത്യ എന്നൊക്കെ ഇട്ടാൽ ഇവിടെ ഇസ്ലാം എന്ന് കിട്ടാൽ നിങ്ങൾക്ക് ഇസ്ലാം മൂവ് എന്താണെന്ന് മനസ്സിലാവും. ഇത്രയാണ് എനിക്ക് കമ്മ്യൂണിസ്റ്റുകളോട് പറയാനുള്ളത്. സോ കം ബാക്ക് ടു മാർക്സിസം. ഇത്രയാണ് പറയാം. പിന്നെ ഇതിൽ അവസാനമായിട്ട് ഒന്നുകൂടി
ഈ നേരത്തെ പറഞ്ഞു ഒരു പൊതുവൽക്കരിക്കപ്പെട്ട ഹൈന്ദവത അല്ലെങ്കിൽ ഇവിടെ പൊതു എന്ന് പറഞ്ഞാൽ ഹൈന്ദവ അല്ല, തിരിച്ചാണ് ഹൈന്ദവമാണ് ആ, പൊതുവൽക്കരണം. അതെ അതെ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പ്രത്യേകിച്ച് ഒരു കേരളീയ പശ്ചാത്തലം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ആധുനികത ഒരു ഇടത് ഒരു ചിന്ത കൂടുതലുള്ള ഒരു സ്ഥലമാണല്ലോ. അപ്പോൾ ഈ ആധുനികത അതുപോലെ തന്നെ പിന്നെ ആധുനിക മൂല്യങ്ങൾ എന്നുള്ളതും പൊതുവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനോടും പലപ്പോഴും സ്വാഭാവികമായിട്ടും ഇപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി ഈ ലിബറൽ കാഴ്ചപ്പാടുകളോടും എന്ത് ചെയ്തിട്ടില്ല, ഇസ്ലാം അടിയറവ് പറഞ്ഞിട്ടില്ല. ഹൈന്ദവതയോടോ ബ്രാഹ്മണിസത്തോടോ പറയാത്തതുപോലെ തന്നെ ലോകം മൊത്തം ഒരു ലിബറൽ വേവ് ഉണ്ടാകുമ്പോഴും ഇസ്ലാം പലപ്പോഴും അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുക, ആദർശപരമായി എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പം അതിലും ഈ പറഞ്ഞ ഇതേ കാര്യം നമ്മൾ കാണുന്നില്ല. ഇപ്പോൾ ഒരു ആധുനികമാണെന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന സാധനങ്ങളെ മുസ്ലിങ്ങൾ എതിർക്കുന്നു എന്ന്. അതെ, ഇതിൽ ഇപ്പം ഇവിടെ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇപ്പം ഇതുപോലെ ഇപ്പം ഇതും ഇസ്ലാം ഫോബിയ ഫ്രെയിം വർക്കിൽ എടുക്കുമ്പോഴാണ് നമ്മൾ ഇടതെന്നാൽ ഇസ്ലാം എന്ന് പറഞ്ഞൊരു പ്രഭാഷണം ഇടയ്ക്ക് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അന്ന് അതിൽ ഇദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു രവീന്ദ്രൻ അതെ പുരോഗമനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയുന്ന ഒരാൾ ഇസ്ലാം മതം വിമർശനം നടത്തിയാൽ അപ്പം തന്നെ പുരോഗതി ഇല്ലാതാവും. അതായത് ഇടത് ഇരിക്കുന്ന ആൾ എല്ലാം ബാക്കിയെല്ലാം സ്കെയിൽ നോക്കുമ്പോൾ ഇടതാണ്, പക്ഷേ ഇസ്ലാം മതം വിമർശനം നടത്തിയാൽ ഇടതാ, അപ്പോൾ ആ നിമിഷം നിങ്ങൾ ഇടതല്ലാതാവും എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന് എൻ്റെ പേരറിയില്ല, എന്നെക്കുറിച്ച് അറിയില്ല. ഞാൻ ഇസ്ലാമിനെ വിമർശിച്ചിട്ടുള്ള ആളാണ്. അതായത് മതം പഠിച്ചിട്ടില്ലെന്നേ ഉള്ളൂ, പക്ഷേ നമ്മൾ ഓരോ വിഷയം എടുക്കുമ്പോൾ അതിൻ്റെ റിലീജിയസ് ഫ്രെയിം വർക്ക് നോക്കിയിട്ട് അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ഇസ്ലാം വിരുദ്ധനാണെന്ന് പറയാൻ എനിക്കൊരു വഴിയില്ല. ഞാൻ ഇസ്ലാമിനെതിരാണ്, ഐ ആം ആൻറ്റി ഇസ്ലാം എന്നുള്ളത് പറയാൻ എന്താ പ്രശ്നം? പക്ഷേ നമ്മൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പക്ഷെ അതൊന്നും എന്നെ ഇസ്ലാം ഫോബിയ ഇതിലാക്കാൻ ശ്രമിക്കുന്നില്ല. അപ്പോൾ അവിടെയാണ് ഒരു ചോദ്യം. അപ്പോൾ അതുകൊണ്ട് അത് മാത്രമല്ല, ഇസ്ലാമോ ലെഫ്റ്റിസം എന്ന് പറയുന്ന ഒരു സ്നാൾ വേർഡാണ്. അതായത് അത് ഇവിടുത്തെ ഇപ്പോൾ അതീശത്വ പ്രത്യയശാസ്ത്രങ്ങൾക്കെതിരെ പോരാടും. പക്ഷേ അതിൽ ചിലപ്പോൾ ഇടതുപക്ഷവാദികളും മുസ്ലിങ്ങൾ ചിലപ്പോൾ ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഫൈറ്റിനെ വിമർശിക്കാനും ഇകഴ്ത്താനും വേണ്ടിയിട്ടാണ് ഈ ഇസ്ലാമോ ലെഫ്റ്റിസം എന്നൊരു വാക്കുണ്ടായത്. അതൊരു സ്നാൾ വേർഡ് എന്ന് പറയും, അറിയാമല്ലോ നമ്മൾ ഈ ചില കാര്യങ്ങൾ. അപ്പോൾ അവൻ വലിയ കുറ്റവാദിയാണെന്ന് നമ്മൾ ചിലരെ കളിയാക്കാറുണ്ട് എന്ന് പറയുന്ന പോലെ അതിനെ ഇകഴ്ത്താൻ വേണ്ടി ഉണ്ടാക്കിയ വാക്കാണ്. അങ്ങനെ ഇകഴ്ത്താൻ വേണ്ടി ഇവിടുത്തെ കൊളോണിയൽ ശക്തികൾ, അതീശത്വ ശക്തികൾ ഉണ്ടാക്കിയ വാക്ക് വെച്ചിട്ടാണ് ഒരു നാസ്തികൻ ഇവിടെ പ്രഭാഷണം നടത്തിയിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ തിരിച്ചറിയണം ഇത് ഏതാണ് എൻ്റെ ബേസ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സംഗതി ഇല്ല. അതായത് ഇപ്പോൾ ഇസ്ലാമോ ലെഫ്റ്റിസം എന്നൊരു സാധനമില്ല. മാത്രമല്ല, ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പം ഇസ്ലാമിൽ ചില മൂല്യങ്ങളുണ്ട്. അത് മതപരമായ അത് ഇസ്ലാം നിൽക്കുന്നത് റിലീജിയസ് ലോജിക്കിലാണ്, റാഷണലിസം നിൽക്കുന്നത് റാഷണൽ ലോജിക്കിൽ. ഈ രണ്ടിന് ലോജിക്ക്. അപ്പോൾ നമ്മളൊരു സാമൂഹ്യ പ്രശ്നത്തെ മാർക്സിയൻ രീതിയിൽ വിശകലനം ചെയ്യുമ്പോൾ മാർക്സിൻ്റെ ലോജിക്ക് വെച്ചിട്ട് വേണം അത് വിശകലനം ചെയ്യാൻ. അപ്പോൾ സ്വാഭാവികമായും ഓരോന്നിനും ഓരോ ലോജിക്കാണ്. അപ്പോൾ റിലീജിയസിന് ഒരു ലോജിക്കുണ്ട്, ഇസ്ലാമിനൊരു ലോജിക്കുണ്ട്, മാർക്സിസത്തിൻ്റെ ലോജിക്കുണ്ട്, റാഷണലിസത്തിൻ്റെ ലോജിക്കുണ്ട്. ഈ ലോജിക്കുകൾ മനസ്സിലാക്കാതെ നമ്മൾ പലപ്പോഴും വിമർശനങ്ങൾ നടത്തുന്നു, പഠനങ്ങൾ നടത്തുന്നത്. അതുകൊണ്ടാണ് ഈ ലോജിക്കുകൾ മനസ്സിലാകാത്തതുകൊണ്ടാണ് ഇത് മുസ്ലിങ്ങൾ ഒരിക്കലും പൊതുവായിട്ട് നമുക്ക് ഫീൽ ചെയ്യാത്തത്. കാരണം അവർക്ക് ഈ പറഞ്ഞ പോലെ അവർക്കൊരു ലോജിക്കുണ്ട്, അവരുടെ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒരിക്കലും അവരുടേതായ റിലീജിയസ് ലോജിക്കുണ്ട്. ഈ റിലീജിയസ് ലോജിക്കിനെ ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക, അതനുസരിച്ചിട്ട് വിമർശിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രശ്നമില്ല, ഇസ്ലാം ഫോബിയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ആദ്യം തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇതൊക്കെ ഫ്രെയിം വർക്കുകൾ എന്താണെന്ന് മനസ്സിലാക്കുക, തിരിച്ചറിയുക. നമ്മുടെ മുന്നിൽ ഇപ്പോൾ നമ്മൾ തന്നെ ഡേറ്റയൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ കേരളത്തിൽ ഇസ്ലാം ഫോബിയ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കൃത്യമായ ഡേറ്റ ഉണ്ട്. പക്ഷേ അതിൽ ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എഴുതുമ്പോൾ ഒരു മാസത്തെ എടുത്തപ്പോൾ തന്നെ 600 പേജുള്ള ബുക്കിനുള്ള സാധനമുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എല്ലാം കൂടെ ഒരു വർഷത്തേക്കാണ് നമ്മൾ എല്ലാം ചുരുക്കി കൊണ്ടുവന്നിട്ടാണ് ഒരു 700 പേജുള്ള ഒരു ബുക്ക് നമ്മൾ ആക്കിയിരിക്കുന്നത്. അപ്പോൾ അത്രയും ബൃഹത്തായിട്ടുള്ള ഭയങ്കര വലിയൊരു വിഷയമാണ് ഇസ്ലാം ഫോബിയ എന്ന് പറയുന്നത്. പക്ഷേ പലപ്പോഴും ചിലർ പറയുന്നത് വെച്ചാൽ ഇപ്പം സി രവീന്ദ്രൻ പറഞ്ഞപ്പോൾ കേരളത്തിൽ യുക്തിവാദം എന്ന് പറഞ്ഞാൽ അത് ഈ ഇസ്ലാം മതത്തിനോട് ചേർന്ന് നിൽക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്കൊക്കെ ഭയങ്കര കാര്യമാണ്, യുക്തിവാദികളോട് ഭയങ്കര കാര്യമാണ്. കാരണം അവർ ഇസ്ലാമിനെ വിമർശിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം, ഇസ്ലാമും ഇസ്ലാം ഫോബിയായിട്ട് ഒരു ബന്ധമില്ല, ഇസ്ലാം മത വിമർശനവും ഇസ്ലാം ഫോബിയായിട്ട് ഒരു ബന്ധമില്ല എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഇസ്ലാം ഫോബിക്കെതിരെ നിരന്തരം എഴുതാൻ പറയുകയും ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്ക് എന്നോട് ഒരു ബാധ്യതയില്ല. ഇപ്പോൾ എന്നെ അങ്ങ് സഹായിച്ചോളണം, എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്ന് എൻ്റെ കൂടെ നിൽക്കണം, ഞാൻ അതുകൊണ്ട് എന്ത് പോക്കത്തിനും കാണിച്ച് എന്നെ വിമർശിക്കാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് എന്നെ വിമർശിക്കാൻ പറ്റണം, എനിക്ക് നിങ്ങളെയും വിമർശിക്കാൻ പറ്റണം, നിങ്ങളെയും എന്നെ വിമർശിക്കാൻ പറ്റണം, ഞാൻ തെറ്റ് ചെയ്താൽ തെറ്റാണെന്ന് പറയാൻ പറ്റണം. ഇതൊന്നും ഒരു ബാധ്യതയൊന്നുമല്ല, ഇത് നമ്മുടെയൊക്കെ ഓരോ ഉത്തരവാദിത്തങ്ങളാണ്. ഇത് പലപ്പോഴും ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അങ്ങനെ അധിക ബാധ്യതയൊന്നുമില്ല. അപ്പോൾ ഒരു ഇന്ത്യൻ സിറ്റിസണായിട്ടിരിക്കുക, എപ്പോഴും നന്നായിരിക്കുക എന്നുള്ളത് മുസ്ലിങ്ങൾക്കൂടെ അധിക ബാധ്യതയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും സംഭവം നടക്കുമ്പോൾ അത് മുസ്ലിം ആകൃതയെന്ന് ഞാൻ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ എന്തിനാണ്? മുസ്ലിം ആണെങ്കിൽ തന്നെ എന്താണെന്നേ, ഒരു മുസ്ലിം ഒരാളെ കൊന്നു. അപ്പോൾ അതുകൊണ്ട് അയാൾക്ക് ശിക്ഷ കൊടുക്കും. ഇവിടെ നിയമവ്യവസ്ഥയുണ്ട്, ആ നിയമവ്യവസ്ഥ ശിക്ഷ കൊടുക്കുക. അയാൾ ചെയ്ത് രാജ്യദ്രോഹം ആണ് ചെയ്യണം. അത് ഉണ്ട്. പിന്നെ ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ എൻ്റെ ഒരു കണക്കനുസരിച്ച് ഏകദേശം 30% അല്ല, പോപ്പുലേഷൻ വൈസ് 30%. അതുകൊണ്ട് തന്നെ റെപ്രസെൻറ്റേഷൻ വൈസ് നോക്കിയാൽ 30% തെറ്റ് ചെയ്യാനുള്ള റൈറ്റ് മുസ്ലിങ്ങൾക്കുണ്ട്. എന്ന് മാത്രമല്ല, സച്ചാർ കമ്മിറ്റിയാണെന്ന് തോന്നുന്നു, അതിൽ പറയുന്നതനുസരിച്ച് മുസ്ലിങ്ങൾ ഓവർ റെപ്രസെൻറ്റേറ്റീവ് സ്ഥലമുണ്ട്. നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും എവിടെയായിരിക്കും. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഓവർ നമ്മൾ പറയുന്ന മുസ്ലിങ്ങൾ റെപ്രസെൻറ്റേഷൻ ഇല്ല എന്നാണ്, പക്ഷേ മുസ്ലിങ്ങൾ ഓവർ റെപ്രസെൻറ്റ് ചെയ്ത സ്ഥലമുണ്ട് ഇന്ത്യയിൽ.
ജയിലാണ്. അതെ, ഈ പ്രിസൺസിൽ മാത്രമാണ് ഈ മുസ്ലിങ്ങൾ ഓവർ റെപ്രസെൻ്റ് ചെയ്യേണ്ട സ്ഥലം ഉണ്ടെങ്കിൽ അത് പ്രിസണാണ്. ബാക്കി ഓരോയിടത്തും റെപ്രസെൻറ്റേഷൻ. പക്ഷേ ഇസ്ലാമോഫോബിയ ഫ്രെയിംവർക്ക് നോക്കുമ്പോൾ റെപ്രസെൻറ്റേഷൻ വന്നതുകൊണ്ട് മാത്രം ഇസ്ലാമോഫോബിയ ഇല്ലാതാവില്ല, അത് കൂട്ടത്തേ ഉള്ളൂ. കാരണം ഇപ്പം നമ്മൾ ഇല്ലാത്തതാണുങ്ങളെ പ്രശ്നം. അതായത് മുസ്ലിങ്ങൾ പണ്ട് പറഞ്ഞ എന്താണ്, അവർ പഠിക്കുന്നില്ല, അവർ വിദ്യാഭ്യാസം നേടുന്നില്ല, ജോലി നേടുന്നില്ല, അവർ ആകെ നശിച്ച് അവരെ നന്നാക്കണം. അപ്പോൾ അവർ നന്നാക്കാൻ വേണ്ടി സ്കൂളുകളിലും പോയി പഠിച്ചെല്ലാം പഠിച്ചു വന്നപ്പോൾ അവർ പഠിച്ചാലും കാര്യമില്ല, തീവ്രവാദികളാകുന്നത്. ഇപ്പോൾ ദൈവനാമത്തിൽ നിന്ന് സിനിമ എന്തായിരുന്നു, പഠിക്കാൻ പോകുന്ന മുസ്ലിം ഭീകരവാദിയെ മാറുന്നു എന്ന് പറഞ്ഞാൽ ആ സിനിമ എടുത്തി. എന്നാൽ പാഠമൊന്നും വിലാപമാണ്. ഡൽഹിയിലേക്കൊക്കെ മുസ്ലിങ്ങൾ കൂട്ടമായി പോകുന്നു, അതാണ് കൂടുതൽ ആയാലും പ്രശ്നമാണ്. പാഠമൊന്നും വിലാപത്തിലായിരുന്നപ്പോൾ അത് അതായത് അവിടുത്തെ ഒരു ഏരിയ സ്ഥലത്തെ സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന ചില സാമൂഹ്യ പ്രശ്നങ്ങൾ കേവലം അത് മതത്തിൻ്റെ പ്രശ്നമാണെന്ന് ചുരുക്കി അവതരിപ്പിക്കുകയാണ് അവിടെ ആ സിനിമ ചെയ്തത്. അങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇല്ലെങ്കിലും പ്രശ്നമാണ്, ഉണ്ടെങ്കിലും പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് റെപ്രസെൻറ്റേഷൻ ഈസ് നോട്ട് ദ ആൻസർ ടു ഇസ്ലാം. പക്ഷേ റെപ്രസെൻറ്റേഷൻ എന്നുള്ളത് ആധുനിക മൂല്യമാണ്, അത് നമ്മുടെ ഭരണഘടനാപരമായ അവകാശമാണ്. അതുള്ളപ്പോൾ തന്നെ റെപ്രസെൻറ്റേഷൻ കൊണ്ടുവന്ന് ഇസ്ലാമോഫോബിയ പരിഹരിക്കാൻ പറ്റില്ല. ഇസ്ലാമോഫോബിയ എന്ന തനതായിട്ട് തന്നെ ഒരു വിഷയമാണ്, അതാണ് അങ്ങനെ തന്നെ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി മാത്രമേ ഭരിക്കാൻ പറ്റൂ. അത് എനിക്ക് ഒരു മുസ്ലിമിനോട് തോന്നുന്ന എൻ്റെ ചിന്തയുടെ പ്രശ്നമാണ്, ഇസ്ലാമോഫോബിയ അഡ്രസ് ചെയ്താൽ മാത്രമേ അത് ഇല്ലാതാക്കാൻ പറ്റൂ. അത് യുക്തിവാദികൾ ഉറപ്പായും തിരിച്ചറിയാൻ പറ്റണം. യുക്തിവാദികളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ മതവിമർശനം എന്ന് പറയുമ്പോൾ പലരും പറയുമ്പോൾ ഇസ്ലാം മതവിമർശനം നടത്തി പറ്റും, എങ്ങനെ നടത്തണം, ഇതാ നടത്തി കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളൊരു പ്രഭാഷണം നടത്തുമ്പോൾ ഇത് ആരൊക്കെയാണ് അത് ഉപകാരം ചെയ്യാമെന്നാണ് മനസ്സിലാക്കുക. ഈ കൃത്യമായിട്ട് ഈ എസെൻഷ്യലിസ്റ്റ് ചെയ്യാതിരിക്കുക. പിന്നെ നമുക്കിപ്പോൾ ഇസ്ലാമിൽ പറയുന്ന ഇന്ന കാര്യം. അപ്പോൾ നമ്മൾ ആദ്യം റിലീജിയസ് ലോജിക്ക് എന്താണെന്ന് മനസ്സിലാക്കുക. റിലീജിയൻ്റെ ലോജിക്കുണ്ട്, റിലീജിയൻ്റെ ലോജിക്കുണ്ട്. അപ്പോൾ അത് ശരിയോ തെറ്റോ, അത് പുരോഗമനം ആധുനികം ഒക്കെ വേറെയാണ്. പക്ഷേ അതിനൊരു ലോജിക്കുണ്ട്, ആ ലോജിക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആ ലോജിക്കിൽ നിന്നുകൊണ്ട് നിങ്ങൾ മതത്തെ വിമർശിച്ച് കഴിഞ്ഞാൽ ഫോബിയ ആവില്ല എന്നുള്ളതാണ് എനിക്ക് എൻ്റെ അകത്ത് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ വി ക്യാൻ ഡെമോക്രാറ്റിക്കലി ഡിസ്കസ്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇസ്ലാമിൽ ഇന്ന തന്നെ കുഴപ്പമുണ്ട്, ഇപ്പോൾ സർക്കംസിഷൻ ശരിയാണോ തെറ്റാണോ എന്ന് പറയുമ്പോൾ ശരിയോ തെറ്റോ എന്നുള്ളതിലുപരി ഞാൻ പറയുന്നത് വെച്ചാൽ ദാറ്റ് ക്രിറ്റിസിസം ഷുഡ് ബി ഫെയർ, ജസ്റ്റ് ആൻഡ് പ്രൊപ്പോർഷനേറ്റ്. ഇതിവിടെ ഇസ്ലാം മത വിമർശനം ജസ്റ്റ് അല്ല, ഫെയർ അല്ല, പ്രൊപ്പോർഷനേറ്റ് അല്ല. ഇപ്പോൾ ഒരു തിരുവനന്തപുരത്ത് ഒരു പ്രമുഖ ക്ഷേത്രത്തിൽ രാവിലെ 3 മണിക്ക് കുറേ കൊച്ചു കുഞ്ഞുങ്ങൾ നേരത്തെ എടുത്ത് തോർത്തുടുപ്പിച്ചിട്ട് തണുത്ത വെള്ളത്തിലെടുത്ത് പുറത്തുകൊഴിക്കും. ഒരു ആഘോഷത്തിൻ്റെ ഒരു ആചാരത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ അതൊന്നും ഇവിടെ ആർക്കും വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നില്ല. അത് ചൈൽഡ് റൈറ്റ്സ് വയലേഷൻ ആണെന്ന് ആർക്കും തോന്നില്ല. പക്ഷേ സർക്കംസിഷൻ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ബോഡിയിൽ ഇതുണ്ടാക്കുന്നത് ഫിസിക്കൽ വയലൻസ് മാത്രമാണ് വയലൻസ്, മെൻ്റൽ വയലൻസ് ഇല്ലേ. അപ്പോൾ ഇത് പാരൻ്റ് റൈറ്റ് നിങ്ങൾ ഇവിടെ കൊണ്ട് ഫിക്സ് ചെയ്യും. കുട്ടി എന്ന് പറയുന്നത് കുട്ടി ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിലും ഒരു ഗ്രോണപ്പ് ഇൻഡിവിജ്വൽ അല്ല. അപ്പോൾ അവിടെ കുട്ടിയിൽ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. ഇത് എവിടെ നിങ്ങൾ ബോർഡർ വരും ഈ ചൈൽഡ് റൈറ്റ്സും ഈ പാരൻ്റൽ റൈറ്റ്. അങ്ങനെയാണെങ്കിൽ ആർട്ടിക്കിൾ 25 പറയുന്ന റൈറ്റ് ടു പ്രൊപ്പഗേറ്റ് ബിലീഫ് ആൻഡ് റൈറ്റ് ടു പ്രൊപ്പഗേറ്റ് കോൺഷ്യസ് ഇതെവിടെ കൊണ്ട് ഫിക്സ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഒരു കുട്ടി ഒരു കാര്യം നമ്മളോട് പറഞ്ഞാൽ നമ്മൾ എല്ലാം ചെയ്തു കൊടുക്കും. അപ്പോൾ കുട്ടി പറയുന്നു കാത് കുത്തണം എന്ന് പറഞ്ഞ് അത് കുട്ടി പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞ് കുട്ടി വേറെയും ചില കാര്യങ്ങൾ പറയും, അപ്പോൾ നിങ്ങൾ ചെയ്തു കൊടുക്കൂ. അപ്പോൾ ഇത് എവിടെ ഫിക്സ് ചെയ്യും എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ദ ഇസ്ലാമിക് ക്രിറ്റിസിസം ഷുഡ് ബി ഫെയർ, ജസ്റ്റ് ആൻഡ് പ്രൊപ്പോർഷനേറ്റ്. അപ്പോൾ നമ്മൾ ഇസ്ലാമോഫോബിയയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ചധികം കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഒരുപാട് ഇൻസൈറ്റ്സ് ഇത് കേൾക്കുന്ന ആളുകൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ആ ഒരു കാര്യം, അതായത് അദ്ദേഹം ഇസ്ലാമോഫോബിയക്കെതിരെ സംസാരിക്കുമ്പോഴും ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിയോജിപ്പുകൾ പ്രകടിപ്പിക്കാനും അത് ഡിബേറ്റ് ചെയ്യാനും പറ്റുന്നൊരു സാഹചര്യം ഇപ്പോൾ നമ്മൾ പല വിഷയങ്ങളിലും വിയോജിപ്പുകൾ പറയുന്നു. അതേ സമയത്ത് തന്നെ നമ്മൾ പിന്നെ ഇസ്ലാമോഫോബിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് താങ്കൾ പലതരത്തിലുള്ള ആക്ടിവിസം ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ ഒരു നടക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉണ്ടാകേണ്ടത്. ഒരു ഫ്രീ ആയി ഡിബേറ്റുകൾ ചെയ്യാൻ പറ്റുന്ന, വിയോജിപ്പുകൾ പറയാൻ സാധിക്കുന്ന, അത് വെറുപ്പുൽപാദനത്തിനുള്ള ഒരു ഇന്ധനമാകാതെ ശ്രദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവേണ്ടത്. അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാക്കാൻ താങ്കളെപ്പോലുള്ള ആളുകൾക്ക് കൂടുതൽ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഈ ഒരു ചെറിയൊരു ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത്തരത്തിലുള്ള ചർച്ചകളും സംവാദങ്ങളുമെല്ലാം ഇനിയും നമ്മുടെ ചാനലുകളിൽ ഉണ്ടാകും. കൂടുതൽ ആളുകളിലേക്ക് ഇത്തരം സംസാരങ്ങളും സംവാദങ്ങളുമെല്ലാം എത്തിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും.